ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള സഹോദരന്മാർ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന രംഗം അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 2-ന്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ. അവിടെ പറയുന്നു, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം ശേഖരിക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. അത് നിറയ്ക്കുവൻ എന്നവൻ കൽപ്പിച്ചു. നിറച്ചു. വിരുന്നുവാഴി എന്ന് പറയുന്ന കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പം താഴ്ന്നു തരുവും. പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ച ഉടമ്പടി കല്യാണമാണ്. ഉൽപ്പത്തി 2:23. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സാമൂഹിക ക്രമം ദാമ്പത്യമാണ്. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം എന്ന് പറയുന്ന പുരുഷനെയും സ്ത്രീയും ഒരുമിപ്പിക്കുന്ന ദാമ്പത്യബന്ധം. പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹമെന്ന ഉടമ്പടിയാണെങ്കിൽ പുത്രനായ യേശു തമ്പുരാൻ ആദ്യം ആശീർവദിച്ചതും വിവാഹമെന്ന ഒരു കൂതാശയാണ്. കാനായിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. വിശുദ്ധ നാട്ടിൽ 2 കരകൾ, 1 യൂദയ പ്രദേശം, 2 ഗലീലി പ്രദേശം. 2 പ്രദേശത്തും കാന എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എടുത്തു പറയുന്നു, ഇത് ഗലീലിയിലെ കാനായിൽ. യഹൂദരുടെ വിവാഹ രീതിയും നമ്മുടെ വിവാഹ രീതിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ മാർച്ച് മാസം 3-ാം തീയതി ഞായറാഴ്ച വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ ക്ഷണിച്ചാൽ മാർച്ച് 2-ന് വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 3-ന് പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും. നമ്മുടെ നാട്ടിലെ രീതി അതാണ്. ചില ആൾക്കാർ പള്ളിയിൽ കൂടെ വരികയില്ല, പട്ടി കശാപ്പുകളിൽ എല്ല് തിന്നാൻ പോകുന്ന പോലെ പാരീഷ് കൊണ്ട് എല്ല് കടിക്കാൻ വേണ്ടി പോവും. അത് പട്ടിയുടെ സംസ്കാരമാണ്, ക്രൈസ്തവ പാരമ്പര്യമല്ല. പക്ഷെ യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. മാർച്ച് 3-ാം തീയതി വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഫെബ്രുവരി മാസം 26-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം മുഴുവൻ വിളിച്ച വീട്ടിൽ കയറി ചെല്ലാം. കയറി ചെല്ലുമ്പോൾ ക്ഷണക്കത്ത് കൊണ്ടുവന്ന് കാവൽക്കാരനെ കാണിക്കണം. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വേണ്ടിയിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. ആ കോട്ടിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. 300 പേര് ഒരേ നിറമുള്ള കോട്ടും ധരിച്ച് പന്തലിൽ കയറിയാൽ കാണാൻ നല്ല പകിട്ട്. ബൈബിളിൽ ആർത്തിപണ്ഡാരമായ ഒരു മനുഷ്യനെ കാണാം. കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് പിടിച്ച വണ്ടി പോലെ കല്യാണ പന്തലിലേക്ക് ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്തേക്ക് വിട്ടു. കാരണം വെഡിങ് ഗാർമെൻറ്റ്സ്, വിവാഹ വസ്ത്രം ധരിച്ചില്ല, മിനിമം ഒരുക്കമില്ല. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. യഹൂദർക്കൊരു പാരമ്പര്യമുണ്ട്, വീട്ടിൽ വീഞ്ഞ് തീർന്നോ ദൈവാനുഗ്രഹം തീർന്നു പോയെന്നാണ്. അതായത് ജോയൽ പ്രവാചകൻ പറയുന്നു, നിൻ്റെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് നിൻ്റെ ഭരണിയിലെ ഒഴിയാത്ത വീഞ്ഞ്. ഇത് കേട്ടേച്ച് കല്ലട പ്രദേശത്തുള്ള ഏതെങ്കിലും കുടിയന്മാർ കെട്ടിയന്മാർ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയല്ലേ, എടി ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹമാണ് കുപ്പിയിലെ ബ്രാൻഡി, അവസാനിക്കാത്ത ഭാഗ്യമാ അലമാരിയിലെ വിസ്കി. അങ്ങനെ വ്യാഖ്യാനിക്കാനല്ല. ഒരു ചെറുപ്പക്കാരൻ 5 കുപ്പി കിങ് ഫിഷർ ബിയർ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അമ്മ ചോദിച്ചാടാ, നീ കുടിയും തുടങ്ങിയോ? അപ്പോൾ ഇല്ലമ്മേ. പിന്നെ എന്നാടായത്? കുടിയല്ലമ്മേ, ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, നീതീകരണമുണ്ട്. ഇപ്പം ക്ഷണക്കത്ത് കൊണ്ട് ചെല്ലുക, കാവൽക്കാരൻ്റെ കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെക്കും, കഴുത്തറ്റം തിന്നും. എന്നുവെച്ച് കലവറക്കാരൻ വിരുന്നുവാഴി ഇഷ്ടംപോലെ കഴിക്കാനും കുടിക്കാനും കൊടുക്കും. കഴുത്തറ്റം തിന്നുക, മൂക്കറ്റം കുടിക്കുക, ഏമ്പക്കം വിടുക, എഴുന്നേറ്റ് പോരുക. പോരുമ്പം
കോട്ട് ഊരി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കറ്റിലിടുക, ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക, കുടിക്കുക. ഒരാഴ്ചക്കാലം ഇസ്രയേലിൽ യഹൂദ പാരമ്പര്യം അനുവദിക്കുന്നുണ്ട്. ഒരാഴ്ചക്കാലം മുഴുവൻ. ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേരും കർത്താവായ യേശുവിനെ വിവാഹത്തിന് ക്ഷണിച്ചപ്പം ക്രിസ്തുവല്ലാത്ത കുറേ പേര് അവനെ കാണാൻ വേണ്ടി വന്നു. സ്ഥലം നമുക്കറിയപ്പം പ്രേമേന്ദ്രനെയോ സ്ഥല MLA ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, ലോക്കൽ നേതാക്കന്മാർ ഒരു നാണമില്ലാതെ നമ്മുടെ ഭക്ഷണം തീർക്കാൻ വേണ്ടി വലിഞ്ഞേറി വരും. സാധാരണ കാണുന്ന കാഴ്ച. നമ്മൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും. ഉഴുന്നുവട എന്ന് പറയുന്ന തൊളവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തയ്ക്ക് കയ്യിൽ തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാതെ കുറേയേറെ ഉഴുന്നുവടകൾ ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നു. വീട്ടുകാർക്ക് നാണക്കേടിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. ദൈവമാതാവായ മറിയം എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അമ്മ ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. 2019 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന മോനെ വീഞ്ഞ് തീർന്നുപോയി. 2019 ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസം അമ്മയുടെ പ്രാർത്ഥന മോനെ അച്ഛൻ്റെ കൃപ ചോർന്നുപോയി, ദമ്പതിമാരുടെ ചൈതന്യം വാർന്നുപോയി, സമ്പത്ത് തീർന്നുപോയി. അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. കൽഭരണികൾക്ക് മേൽ രക്ഷകൻ്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെളുതി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരി കോരി വിളമ്പി. ഇവിടെയാണ് വിരുന്നുവാഴി എന്ന കലവറക്കാരൻ ചോദിക്കുന്ന ചോദ്യം. എല്ലാവരും നല്ല ഇനം, കൂടിയനം, മുന്തിയനം ആദ്യം വിളമ്പുന്നു. ലഹരി പിടിക്കുമ്പോൾ താഴ്ന്ന തരവും എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം വിളമ്പും. കുറെ കഴിയുമ്പം തണുത്തു പോവും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കണ്ടാൽ തോന്നും ഈ കക്ഷിയായിരിക്കും ഇത് സ്ഥാപിച്ചയാൾ, എത്ര ഭക്തിയോടുകൂടി അർപ്പിക്കുന്നു. പുത്തനച്ഛന്മാരും മറ്റുമൊക്കെ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ് നീണ്ട ആശീർവാദം. പക്ഷേ 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തി പോലെ. അത്രയേ ഉള്ളൂ. വീര്യം പോയി, ലഹരി പോയി. ഇത് പൗരോഹിത്യത്തിൽ മാത്രമല്ല, വിവാഹത്തിലും. കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ പൊന്നെ, തേനെ, പാലേ, വയമ്പേ, ചക്കര, മുത്തേ. പക്ഷേ കുറേ കഴിയുമ്പം ലഹരി പോയി. പിന്നെ പറയും എൻ്റെ അച്ഛ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ തോന്നുന്നു. ആദ്യത്തെ ലഹരി പോയി, വീര്യം പോയി. കത്തോലിക്ക സഭയിൽ 50 നോമ്പിൽ ഒരാചാരമുണ്ട്, കുരിശിൻ്റെ വഴി എന്നും പറഞ്ഞ്. വെള്ളിയാഴ്ചകളിൽ ഞാൻ കഴിഞ്ഞ 50 നോമ്പിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച 4 മണിക്ക് എൻ്റെ സ്നേഹിതൻ കാപ്പ് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു. കാപ്പ് കൂടി കഴിഞ്ഞ് പള്ളിയിലൂടെ ഞാൻ പോരുക. 5:30 കുരിശിൻ്റെ വഴി, തുടർന്ന് അച്ഛൻ്റെ പ്രസംഗം. ഞാൻ പോരുമ്പോൾ 65 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ, തൊട്ടു പുറകെ 68കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പോന്നു കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോന്നു. നന്നായിട്ട് ആരംഭിച്ച് പിന്നെ മരവിച്ച് പോകുന്ന, തണുത്തു പോകുന്ന കുടുംബം. ഒരിക്കൽ കൂടെ വീര്യം വേണോ? കർത്താവായ യേശു കുടുംബത്തിന് നടുക്ക് വേണം. ദൈവമാതാവായ മറിയം വശത്ത് വേണം. കാനായിലെ വീട്ടിൽ യേശുവും മറിയവും ഒരുമിച്ച് വന്നപ്പോൾ അത്ഭുതം നടന്നു, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നടന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും കർത്താവ് നടുക്ക് നിൽക്കട്ടെ. നമ്മുടെ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന, സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഇടവ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം, അത് ക്രിസ്തുവിനെ നടുക്ക് നിർത്തും. പരിശുദ്ധ അമ്മയോടുള്ള 8 നോമ്പ്, 15 നോമ്പ് നമുക്കറിയാം. അമ്മയെ വണങ്ങുന്ന നോമ്പുകൾ, അത് പരിശുദ്ധ അമ്മയെ വശത്ത് നിർത്തും, അമ്മയെ യേശുവിനെ നടുക്ക് നിർത്തും. അങ്ങനെയുള്ള കുടുംബത്തിൽ വീര്യമുണ്ട്. ബൈബിളിൽ 3 എന്ന വാക്കും കൂടെ ശ്രദ്ധിക്കണം. 3-ാം ദിവസം കാനായിൽ വിവാഹ വിരുന്ന് നടന്നു. വിശുദ്ധ ബൈബിളിൽ പ്രധാനപ്പെട്ട കാര്യം കാണിക്കുന്നതിനാണ് 3 എന്ന അക്കം കാണിക്കുക. വളരെ പ്രാധാന്യമുള്ള കാര്യത്തിന് 3. മോശ സീനായ് മല കയറി 3-ാം ദിവസം ദൈവപ്രമാണം കിട്ടിത്തുടങ്ങി. പ്രോഫറ്റ് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 നാൾ കിടന്നു. യേശു പറഞ്ഞു, ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാനിത് പുതുക്കും. 3-ാം ദിവസം
ക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും 3 ശിഷ്യന്മാർ നടന്നു. കാനായിൽ 3-ാം ദിവസം വിവാഹം നടന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ 12-ാം വയസ്സ് മുതൽ അവൻ്റെ ഉത്ഥാനം വരെ ഒരു 3-ൻ്റെ മഴവില്ലുണ്ട്. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ ദേവാലയത്തിൽ 3 നാൾ കാണാതെ പോയി. 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയവനെ ജീവിതാന്ത്യത്തിലും 3 നാൾ കണ്ടില്ല. ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് വരെ എവിടെയെല്ലാം ക്രൈസ്തവ സ്വാധീനമുണ്ടോ അവിടെയെല്ലാം 3-ന് ഊന്നൽ, ലേലം വിളി, 1 തരം, 2 തരം, 3 തരം. ഏറ്റവും വലിയ ഉറപ്പാണ് 3 എന്ന് പറയുക. 3 ഉറപ്പിനെ സൂചിപ്പിക്കുന്ന 3. കാനായിൽ 3-ാം ദിവസം അവൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നതായിട്ട് കാണാം. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ 4 പേരുകളിലാണ് അറിയപ്പെടുക. 4 പേരുകൾ. 1 ജീവൻ്റെ സുവിശേഷം, 2 പ്രകാശത്തിൻ്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. യോഹന്നാനിൽ ഉടനീളം കാണുന്ന ഒരു സന്ദേശമാണ് കർത്താവുണ്ടോ സമൃദ്ധി. 2-ാം അധ്യായത്തിൽ കാനായിൽ വന്നപ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി, 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ാം അധ്യായത്തിൽ വന്നപ്പോൾ മത്സ്യത്തിൻ്റെ സമൃദ്ധി, 2-ൽ 6 ഭരണി വീഞ്ഞിൻ്റെ സമൃദ്ധി, 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. കർത്താവുണ്ടോ സമൃദ്ധി. അതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും പഠിപ്പിക്കുന്നത് യേശുവോടത് സമൃദ്ധി. സമൃദ്ധിയുടെ പ്രതീകമായ വെള്ളം യോഹന്നാനിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. യോഹന്നാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബൈബിൾ പ്രതീകമാണ് വെള്ളം. വെള്ളം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ ശിഷ്യരായി. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞായി. 3-ാം അധ്യായത്തിൽ ഒരു മാമോദിസ, വെള്ളത്തെക്കുറിച്ച് സൂചന, വീണ്ടും ജനിക്കണം. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യാക്കോബിൻ്റെ കിണറ്റിൽ വെള്ളം കോരാൻ വരുന്ന സമറിയാക്കാരി സ്ത്രീ. 5-ാം അധ്യായത്തിൽ ബെസേദാ കുളത്തിൽ വെള്ളത്തിൻ്റെ പക്കത്ത് കാത്തുകിടക്കുന്ന മുടന്തൻ. 6-ാം അധ്യായത്തിൽ വെള്ളത്തിന് മീതെ നടക്കുന്നു. 7-ാം അധ്യായത്തിൽ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കുക. 9-ാം അധ്യായത്തിൽ ശിലോഹ കുളത്തിലെ വെള്ളം. 13-ാം അധ്യായത്തിൽ വെള്ളം കൊണ്ട് പാദം കഴുകുന്നു. 21-ാം അധ്യായത്തിൽ വെള്ളത്തിൻ്റെ തീരത്ത് അപ്പവും മീനും ചുട്ട് അമ്മ മനസ്സോടെ കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. തമ്പുരാനുണ്ടോ അവിടെ സമൃദ്ധി എന്നാണ് പറയുക. 2 3 അളവ് കൊള്ളുന്ന 6 ഭരണികൾ. ശുദ്ധ മലയാളത്തിൽ 75 ലിറ്റർ കൊള്ളുന്ന 6 ഭരണികൾ. 1 2 ഭരണി കൂടി വെള്ളം കൂടെ വീഞ്ഞായാൽ കല്യാണം നടക്കും. പക്ഷേ കുറേ കല്യാണം നടക്കട്ടെ, 6 ഭരണി വെള്ളം അവിടുന്ന് വീഞ്ഞാക്കി മാറ്റുന്നു. 6ൻ്റെ പ്രത്യേകത. 6 ബൈബിളിലെ അപൂർണത, 7 പൂർണ്ണത. കാനായിൽ അപൂർണ 6 ഭരണി. വെളിപാട് പുസ്തകത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങിവന്ന ജീവിയുടെ നെറ്റിയിൽ അപൂർണതയുടെ പൂർണ്ണത. 3 6കൾ അടുപ്പിച്ചെഴുതി 6 6 6 666 അപൂർണതയുടെ പൂർണ്ണത സൂചിപ്പിക്കുന്നു. ഇപ്പം കാനായിൽ 6 ഭരണി വെള്ളം അവൻ വീഞ്ഞാക്കി മാറ്റുന്നു. ഇതിൻ്റെയും കൂടെ പശ്ചാത്തലം മനസ്സിൽ കുറിച്ചുകൊള്ളുക. ഇസ്രയേലിൽ ഒരു പാരമ്പര്യമുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നതെന്ന് അപ്പനും അമ്മയും കൂടി അവിടെ ഓർമ്മയ്ക്കായി 1 ഭരണി വീഞ്ഞ് പത്താഴത്തിലോ തട്ടുംപുറത്തോ കട്ടിക്കീഴയോ എടുത്തു വെക്കും. പാവപ്പെട്ട വീട്ടിൽ ചെറിയ ഭരണി, സമ്പത്തുള്ള വീട്ടിൽ മുഴുത്ത ഭരണി. ഓരോ ജന്മദിനത്തിലും അപ്പനും അമ്മയും കൂടി ഓരോ ഭരണി വീഞ്ഞ് പെണ്ണിന് വേണ്ടി എടുത്തു വെക്കും. യഹൂദ പെണ്ണിൻ്റെ കല്യാണം നടക്കുന്നത് 13-ാം വയസ്സിലാണ്. 13 വയസ്സാകുമ്പോൾ 13 ഭരണി വീഞ്ഞ് അപ്പനും അമ്മയും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഏറ്റവും ലഹരി പിടിച്ചത് ഏറ്റവും പഴക്കമുള്ളതാണ്. 1-ാം ജന്മദിനത്തിൽ 13 വർഷം പഴക്കമുള്ളത്. അതാണ് മുന്തിയനം. അത് പെൺവീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വിളമ്പും. അത് തീർന്നു പോയോ പെൺവീട്ടുകാർക്ക് നാണക്കേട്. കാനായി തീർന്നുപോയി. ക്രിസ്തു പ്രവർത്തിച്ചപ്പോൾ 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി അവൻ ആശീർവദിച്ച പച്ചവെള്ളം. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുക. തീർച്ചയായിട്ടും നമുക്കറിയാം കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. കാരണം ബൈബിളിൽ വഴക്ക് എഴുതുകയില്ല, ചില കാര്യം ബൈബിളിൽ കാണുകയില്ല. മാതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യം ബൈബിളിൽ പറയണ്ട, യോസേപ്പ് പിതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യം ബൈബിളിൽ പറയണ്ട.
കാരണം യോഹന്നാൻ്റെ സുവിശേഷം തീരുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവപുത്രനാണെന്ന് കാണിക്കാനുള്ളത് മാത്രമേ ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യം എഴുതാനുണ്ട്. അത് എഴുതണ്ട, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഉണ്ടെങ്കിൽ മതി. എഴുതപ്പെട്ട ബൈബിൾ പോലെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ സഭയുടെ ജീവിച്ച വിശുദ്ധ പാരമ്പര്യങ്ങൾ. അത് പാരമ്പര്യങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. വഴക്ക് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്താണ് വഴക്കിൻ്റെ കാരണം? എല്ലാ കരുതലുമുള്ള വിവാഹ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരനായി. എല്ലാ കരുതലുമുള്ള വിവാഹ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരനാര്? ഭാര്യ പറഞ്ഞു താൻ പിശുക്കന ലുപ്തന പിശുക്കനാണ്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം പിടികിട്ടിയതാണ്. 100 ചോദിച്ചാൽ 75, 50 ചോദിച്ചാൽ 35. ഇതുവരെ ഞാൻ ചോദിച്ചത് മുഴുവൻ തന്നു. എന്നാലും എൻ്റെ പിശുക്ക, നമ്മുടെ മോളുടെ കല്യാണ ദിവസം ഈ ലുപ്തൻ്റെ പണി കാണിച്ചത് മഹാമോശമായിപ്പോയി. ഭാര്യ പറഞ്ഞു കെട്ടിയവൻ്റെ കുഴപ്പമാണ്. മോള് പറഞ്ഞു എന്നാ അപ്പന അരക്കന പിശുക്കന അരക്കനാന്ന്. നാട്ടുകാരൊക്കെ പറഞ്ഞ് വിശ്വസിച്ചില്ല. പക്ഷെ എൻ്റെ കല്യാണ ദിവസം ഈ അരക്കൻ്റെ പണി കാണിച്ചത് മഹാമോശം. അപ്പം പറഞ്ഞു മോളെ നിൻ്റെ കുഴപ്പമാണ്. കണ്ട് ഊത്തവയറന്മാർ കൂട്ടുകാരെ വിളിച്ചപ്പോൾ മുൻകൂർ നമ്പർ തരണം, കൃത്യ എണ്ണം തന്നില്ല, അതുകൊണ്ടാണ് കണക്ക് തെറ്റിയത്. വെളുമ്പന്മാർ പറഞ്ഞു എന്നാ ഒരു തന്തയാ, 500 വയറന്മാരെ വിളിച്ചിട്ട് 50 ഗ്ലാസ് വീഞ്ഞ് വിളമ്പിക്കോ ഒപ്പിച്ചോ വിളമ്പിക്കോ, എങ്ങനെ ഒപ്പിക്കാനാ? വേറെ ചെല്ലി പറഞ്ഞു വിളമ്പന്മാരുടെ കുഴപ്പമാണ്. അവർ 1 ഗ്ലാസ് വിളമ്പും അടുത്തത് മോന്തും, പിന്നത്തേത് വിളമ്പും അടുത്തത് മോന്തും. അതിൻ്റെ തെളിവാണ്. വെള്ളം വീഞ്ഞാക്കി വിളമ്പിയിട്ട് പറഞ്ഞ എന്താ? ആദ്യത്തേതിനേക്കാൾ മുന്തിയ ഇനം ഇതാണല്ലോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ടിരിക്കുകയാണ്, ഇത് മുന്തിയതാണല്ലോ എന്ന് പറയണമെങ്കിൽ. കാനായിലെ വീട്ടിൽ കുറേ ആൻറ്റിമാർ ചേട്ടത്തിമാരുണ്ടായിരുന്നു. അവരും ഒരു കമൻറ്റ് പറഞ്ഞു, പറയാതിരിക്കുമോ, നിങ്ങളുടെ പൂർവികരല്ലേ. എന്താ പറഞ്ഞ കമൻറ്റ്? ഓ, ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചില്ലേലും വേണ്ടിയല്ല, ഇവിടുത്തെ പെമ്പർന്നതിലെ ഗമ ഒന്ന് തീർന്നു കിട്ടിയല്ലോ, ഇത്രയും കണ്ടാൽ മതി. പക്ഷേ കാനായിൽ ഒരമ്മയുണ്ട്. സങ്കടങ്ങളുടെ ശബ്ദസാഗരങ്ങൾ നീന്തിക്കറിയ അമ്മയ്ക്കറിയാം പ്രശ്നക്കാരെ കണ്ടുപിടിച്ചാൽ പരിഹാരമില്ല. പരിഹാരം തരുന്നവനോട് പരാതി പറയണം. അമ്മ പറഞ്ഞ മോനെ വീഞ്ഞില്ല, ആ നിമിഷം പരിഹാരമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കെട്ടിയവൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നം തീരുകയില്ല. കെട്ടിയ മകൻ്റെ മനമാറ്റുക, കെട്ടി വന്നവിടെ പെരുമാറ്റുകയെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. പ്രശ്നം തീരണോ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലണം. സക്കറിയായുടെ പ്രശ്നം തീർന്നത് മധുബഹയിലാണ്. കാനായിലെ പ്രശ്നം തീർന്നത് കർത്താവിൻ്റെ അടുക്കലാണ്. നമ്മുടെ വീട്ടിലെ പ്രശ്നം തീരുന്നത് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിലാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന എത്തിക്കുമ്പോഴാണ്, ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കുമ്പോഴാണ്, വിശുദ്ധ കുംസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. അവിടെയാണ് കുടുംബം സന്തോഷപൂർണ്ണമാകുക, സമാധാനപൂർണ്ണമാവുക. അങ്ങനെ ആക്കി മാറ്റുവാൻ ദൈവം വിളിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂമിയിൽ കുടുംബം നരകമാണോ, മരണശേഷവും നരകമാണ്. കുടുംബം സ്വർഗമാണോ, മരണശേഷവും സ്വർഗമാണ്. ഒരു ഭർത്താവും ഭാര്യയോട് എന്നും വഴക്ക്, അടിയും ഇടിയും പുളിച്ച തെറിവിളിയൊക്കെ ആയിട്ട് വണ്ടി അപകടത്തിൽ ഈ മനുഷ്യൻ മരിച്ചുപോയി. മരിച്ചപ്പോൾ ലൂസിഫർ നരകത്തിൽ ഒരു മുറി കൊടുത്തു, ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ഒരാഴ്ചയായപ്പോൾ ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കാൻ അയാൾക്കൊരു കൊതി. നരകത്തിലെ പ്രത്യേക ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് സംസാരിച്ച് 45 മിനിറ്റ് ആയിപ്പോയി. അപ്പോൾ അവർ ഇത്രയും എന്ത് തുക കൊടുക്കേണ്ടി വരും? ലൂസിഫറിന് ഫോൺ കൊടുത്തിട്ട് ഇയാൾ ചോദിച്ചു, സോറി അല്പം കൂടിപ്പോയി, എന്താണ് പേ ചെയ്യേണ്ടത്? ലൂസിഫർ പറഞ്ഞു, പേ ചെയ്യേണ്ട, ഫ്രീ. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, പൈസയുടെ ആവശ്യമില്ല. ഈ ലോകത്തിലെ നരകമാ നിത്യത്തിലെ നരകം. ഇവിടെ നരകമാണോ, അപ്പുറത്ത് നരകം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും. ഈ മത്തായി ചേട്ടൻ നല്ലവനാണ്, കുടിച്ചാൽ മുതുപിശാച, സ്വഭാവം മാറും. ഭാര്യയ്ക്കിട്ട് ഇടിക്കും, മക്കൾക്കിട്ട് അടിക്കും, പാത്രം ഉടയ്ക്കും, എല്ലാം സ്ഥലം മാറ്റി എറിയാൻ തുടങ്ങും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ ക്യാൻസറായിട്ട് മരിച്ചു. സ്വർഗത്തിൽ കയറ്റാൻ പുണ്യവുമില്ല, നരകത്തിൽ വിടാനുള്ള പാപവുമില്ല. ഒരു പ്രത്യേക സ്ഥലത്തിരുന്നോളാൻ പത്രോസ് പറഞ്ഞു. 20 വർഷമായി സ്വർഗത്തിൽ കയറാൻ കാത്തു പത്രോസ് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് മറിയാമ്മ ചേട്ടത്തി മരിച്ചു വരുന്നു. പത്രോസ് പറഞ്ഞു, മറിയാമ്മേ, ഭൂമിയിൽ ഒരുപാട് സഹിച്ചവളാണ് നീ,
ഇന്ന് തന്നെ നിനക്ക് സ്വർഗത്തിൽ കയറാം. ഒരു പരീക്ഷ പാസ്സായാലേ കയറ്റുകയുള്ളൂ. കെട്ടിയവൻ 20 വർഷമായിട്ടും പുറത്ത് കാത്തിരിക്കുക. എന്താ പരീക്ഷ? സ്പെല്ലിങ് ചോദിക്കും, തെറ്റാതെ പറയണം, സംശയിക്കരുത്, ആവർത്തിക്കരുത്, അറിയില്ലെന്ന് പറയരുത്, ടപ്പയെന്ന് പറഞ്ഞോളം, ചോദിച്ചോളാൻ പറഞ്ഞു. ലവ് ഈസിയല്ലേ, LOVE ലവ്, കയറിയോളാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, എനിക്ക് ഇനി ജീസസിൻ്റെ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയുണ്ട്. ഇനി മറിയാമ്മയാണ് കാവൽക്കാരി. ആര് വന്നാലും സ്പെല്ലിങ് ചോദിക്കണം, തെറ്റിയാൽ കയറ്റരുത്, അറിയത്തില്ല കയറ്റരുത്, സംശയിച്ചാൽ കയറ്റിയേക്കരുത്. സംഭവിച്ചു. കുറേ വാക്കും പറഞ്ഞു കൊടുത്തു സ്പെല്ലിങ് ചോദിക്കാൻ. ജീസസ്, പ്രൈസ്, ഫെയ്ത്ത്, ഗ്ലോറി, ഹല്ലേലൂയ. കൂട്ടുകാരി ഗ്രേസമ്മ വന്നു. എന്നാടി ഗ്രേസിൻ്റെ സ്പെല്ലിങ്? അവൾ പറഞ്ഞു, കയറ്റിവിട്ടു. ലില്ലിക്കുട്ടി വന്നു. എന്താടി ജീസസിൻ്റെ സ്പെല്ലിങ്? കയറ്റിവിട്ടു. മേരിക്കുട്ടി വന്നു. എന്താടി പ്രൈസിൻ്റെ സ്പെല്ലിങ്? കയറ്റിവിട്ടു. അപ്പോഴാണ് കെട്ടിയവൻ്റെ ഊഴം കുനിഞ്ഞു കുനിഞ്ഞു വരുന്നു. ഭാര്യ ഓർത്തു, ഭൂമിയിൽ പണി തന്നവന് ഒരു പണി കൊടുത്തു തന്നെ കാര്യം. കെട്ടിയൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് കയറ്റി വിടുമോ? ഇല്ല. പത്രോസ് പറഞ്ഞു, സ്പെല്ലിങ് ചോദിക്കണം. സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല, പെട്ടെന്ന് പറഞ്ഞോണം, ചോദിക്കടി. പിന്നെ പിണക്കമൊന്നും തോന്നില്ല. സമയങ്ങളെയാ ചോദിക്കടി, ഞാൻ സ്വർഗത്തിലോട്ടൊന്ന് കയറട്ടെ. ചോദിക്കാൻ പോവുകയാണ്. ചോദിക്കാൻ പറഞ്ഞില്ല. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടുകൂടി അവൻ എന്നേക്കുമായി ഔട്ടായെന്നാ പറയുക. ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം, ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം. ഈ ലോകത്തിൽ പണിയുന്ന സ്വർഗം നിത്യതയിൽ അങ്ങോട്ടും നീളുന്നു. പ്രിയപ്പെട്ടവരെ, 10 വിധം ദാമ്പത്യമുണ്ട്, കുടുംബജീവിതമുണ്ട്. 10 വിധം. അച്ഛൻ ഈ ചിന്തകൾ പങ്കുവെക്കുന്നത് 1000 കുടുംബക്കാരും വന്ന് പങ്കുവെക്കുന്ന ഷെയറിങ്, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ധ്യാനചിന്തകളാണിത്. 10 കൂട്ടം ദാമ്പത്യങ്ങൾ. അതിലേതിൽപ്പെടും നിങ്ങളുടെ ദാമ്പത്യമെന്ന് ഈ രാത്രിയിൽ ഒന്ന് പരിശോധിക്കുക. 1, സ്നേഹത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ സ്നേഹം വേണം. എന്താണ് സ്നേഹം? സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. കരയിപ്പിക്കും, കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഇതാണ് സ്നേഹം ചെയ്യുന്ന 2 പ്രവൃത്തികൾ. കരയിപ്പിക്കും, കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഭർത്താവിന് ഒരു മനപ്രയാസം വരുമ്പോൾ ഭാര്യ കരഞ്ഞു പോവും. അവൾ പറയുമോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അനുഭവിക്കിടൂ, കുത്തിയിരുന്ന് അനുഭവിക്കുക. ഭർത്താവിൻ്റെ മനം നൊന്തോ ഭാര്യ കരയും, ഭാര്യയുടെ മനം നൊന്തോ ഭർത്താവ് കരയും. ഭാര്യ നീറുമ്പോൾ ദൈവം നീതിമാനടി അനുഭവിക്കുക. പറയാൻ പറ്റുമോ? കരഞ്ഞോ ഒരുമിച്ച് കരയും. ഭർത്താവിന് ഒരു രോഗം വന്നാൽ ഭാര്യ കരയും, ഭാര്യയ്ക്ക് രോഗം വന്നാൽ ഭർത്താവ് കരയും. എനിക്കെന്നല്ല പറയുക, ഞങ്ങൾക്കപ്പടി പ്രശ്നമാണ്, ഞങ്ങൾക്കപ്പടി അസുഖമാണ്. അല്ലാണ്ട് ഹോസ്റ്റലിനെ പോലെ നിൻ്റെ തലവേദനയല്ല, നമ്മളായി. സ്നേഹം നമ്മളെ നമ്മളെ കരയിപ്പിക്കും. 2, കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഭർത്താവ് രാവിലെ ഇവിടുന്ന് പോയി ചാത്തന്നൂർ വരെ ഉച്ചയ്ക്ക് 2 മണിക്ക് വരുമെന്ന് പറയും. ഭാര്യ 1:45 വണ്ടി നോക്കി നിൽക്കുന്നു. ഭർത്താവിനെ കാണുന്ന പാടെ കഴുകാൻ വെള്ളം, പതയ്ക്കാൻ സോപ്പ്, കുടിക്കാൻ ചായ. എന്നിട്ട് ചോദിക്കുന്നു, പൊന്നു മനുഷ്യ, വണ്ടി കിട്ടിയോ? നിങ്ങൾ പോയപ്പോൾ മുതൽ എപ്പോഴാണ് വരുന്നതെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴേലും വന്നല്ലോ. നിങ്ങളെ കാണാഞ്ഞപ്പം നെഞ്ചത്ത് തീയായിരുന്നു, മുട്ട വെച്ചാൽ വേഗമായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് തീ കെട്ടത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത്. പറഞ്ഞേക്കല്ലേ, ഇപ്പോഴാണ് കേട്ടോ തീ കെട്ടത്. ഭർത്താവ് തോന്നും എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഇവിടുന്ന് ഒരു യാത്ര പോയി അടൂർ വരെ 1 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 12 ആകുമ്പോഴേ ഭർത്താവ് നോക്കിയിരിക്കുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പം തലേ പൊടിയാണല്ലോ, കൊട്ടിക്കൊടുത്തു. വേർത്ത് പോയല്ലോ, തുടച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുക, എൻ്റെ ഏടി ഇരിക്കാൻ സീറ്റ് കിട്ടിയോ, അതോ കമ്പിയിലെങ്ങാനും ചാരി നിന്നാണോ വന്നത്? നമ്മുടെ അല്ലേ നാട്. വല്ല അവന്മാരും കിള്ളുവോ അള്ളുവോ മാന്തുവോ വല്ലതും ചെയ്തോ? മഹാഭാഗ്യം, പരുക്കൊന്നും പറ്റിയില്ലല്ലോ. സത്യം പറയാമല്ലോ, നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ. നീ വന്നപ്പോഴൊരനക്കം. ചില ആണുങ്ങൾ ഇങ്ങനെ പറയും, നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതിയിൽ പറഞ്ഞേക്കല്ലേ. സ്നേഹം കരയിപ്പിക്കും, സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. ചില ആണുങ്ങൾ നല്ല മനുഷ്യരാ, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മോൻ 5 ഭാഷ അറിയാം, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷേ ഊമന വർത്തമാനം പറയില്ല. ചില ആണുങ്ങളും ഇങ്ങനെ. ഭാര്യയെ കാണുമ്പോൾ ചില ആണുങ്ങളുടെ നടപ്പ് കണ്ടാൽ
രാജസ്ഥാൻ മാർബിളിൻ്റെ പരസ്യം പോലെ മസിലും പിടിച്ച് നടക്കും. ഇതൊക്കെ ഒന്ന് എന്തിനായി തലക്കനം? ചുമ്മാ കൊണ്ടുപോകണം. വിവാഹ വാർഷികത്തിൽ ഒരു സിനിമ പോയി കാണണം, തട്ടുകടയിൽ പോകണം, ഐസ്ക്രീം പാർലറിൽ പോകണം, ബീച്ചിൽ പോകണം. അല്ലാണ്ട് ചുമ്മാ കുതിയുന്ന പുണ്യമൊക്കെ പണ്ടത്തെ പുണ്യങ്ങളാണ്. ഇന്നതൊന്നും പുണ്യമല്ല, പച്ച മനുഷ്യരാണ്. പച്ചയായ ആഘോഷങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് എന്നെയല്ല കല്യാണം കഴിച്ചത്, 20 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇന്ത്യക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ താമസിക്കുകയില്ല. നമ്മൾ ഭാര്യ ഇങ്ങനെ പരാതിയുണ്ട്. പറഞ്ഞു, പൊട്ടി വല്ല വിവരമുണ്ടോ? ഇന്നതിൻ്റെ കുറവാച്ചാ, ഡെയിലി 5 ഷീറ്റ് അവിടെ പേര്, ഒരു മാരുതി സെൻ കാർ, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. നമ്മളതാ കുറവ് ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം, ഇതാണ് കുറവെന്ന് പറയുക. ഇപ്പോൾ സ്നേഹം ഉള്ളി വെച്ചാൽ പോരാ, സ്നേഹം പ്രകടിപ്പിക്കണം. എന്നും തെറി വിളിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് സ്നേഹം കാണിച്ചാൽ ഭാര്യയ്ക്ക് തോന്നും ഇന്നെന്തോ മുതലെടുക്കാനുള്ള ടെക്നിക്കാണിത്. അതുപോലെ എന്നും തെറി വിളിക്കുന്ന ഭാര്യ ഭർത്താവിനെ സൂചിപ്പിച്ചാൽ അവനും തോന്നും ഏതാണ്ട് മേടിച്ച് കിട്ടാനുള്ള അടവാണിത്. ഒരു ഭർത്താവ് എന്നും രാത്രി 9:30 ഗേറ്റിന് പുറത്ത് വന്ന് ഭാര്യയെ തെറിയോട് തെറി, അവൾ ഗേറ്റിനകത്ത് നിന്ന് കട്ടി കൂടിയ തെറി. ഒരു വർഷം ഇത് ആൾക്കാർ കേട്ട് മടുത്തു. അയൽവക്കത്തെ സ്ത്രീകൾ പറയടി, നീ പള്ളിയിൽ പോകുന്നോളും പ്രാർത്ഥിക്കുന്നുള്ളൂ അല്ലേ, അവനങ്ങനെ ദൈവാനുഭവമൊന്നുമില്ലല്ലോ. ഇനി അവനും പുറത്ത് വന്ന് തെറി വിളിക്കുമ്പം നീ ശൈലി മാറ്റി ഒന്ന് മയത്തി മിണ്ടി നോക്കിക്കേ, അവനെ നേടാൻ പറ്റും. സമ്മതിച്ചു. പിറ്റേ ദിവസം രാത്രി 9 മണിക്ക് ഗേറ്റിൻ്റെ പുറത്ത് വന്നവൻ തെറിയോട് തെറി. ഭാര്യ അകത്ത് നിന്ന്, അയ്യോ ചേട്ടൻ ചിലപ്പോൾ ഓവറല്ലേ. ഏതാണെങ്കിലും ഓവറാകത്തത്. എന്നൊക്കെ പറഞ്ഞാലും ചേട്ടൻ കുടിച്ചാൽ പിന്നെ നല്ല ഗെറ്റപ്പും നല്ല സെറ്റപ്പുമാണ്. ചേട്ടൻ്റെ പൂസായ മണമടിച്ചിൽ ഉറങ്ങാൻ പോലും പറ്റിയല്ല. ഞാൻ വേണ്ടേ മനസ്സിലാക്കാൻ? ചേട്ടൻ പോയി കുളിച്ചേച്ച് പോവാ. ചക്കുകുരു മാങ്ങ വലുത്തിയതുകൊണ്ട്, മുട്ട പൊരിച്ചതുകൊണ്ട്, മീൻ വറുത്തതുകൊണ്ട്, കൂർക്ക തോരനുണ്ട്, കഴിച്ചിട്ട് കിടക്കാൻ പോകാം. അവൻ പറഞ്ഞു, സോറി, വീട് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ഭാര്യ അറിഞ്ഞാൽ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതി കാണിക്കേണ്ടതല്ലോ, പടിപടിയായി കാണിക്കേണ്ട സ്നേഹം, സ്നേഹത്തിൻ്റെ ദാമ്പത്യം. അപ്പം അത് കുടുംബത്തിൽ നിറച്ചു നിർത്തുക. സ്നേഹം. 2, കരുണയുടെ ദാമ്പത്യം. കുടുംബത്തിൽ കരുണ വേണം. കരുണ. ഭർത്താവിനോട് ഭാര്യ കരുണയോടെ വർത്തമാനം പറയണം. ഭാര്യയോട് ഭർത്താവ് കരുണയോടെ വർത്തമാനം പറയണം. പ്രായമായ മാതാപിതാക്കളോട് ചെറുപ്പക്കാരായ ദമ്പതികൾ കരുണയോടെ പെരുമാറണം. നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നു കരുണയുടെ ദാമ്പത്യം. ഹൈന്ദവ പുരാണത്തിൽ ശ്രീരാമൻ വനവാസത്തിന് പോകും. വനവാസത്തിന് പോകുമ്പോൾ രാമൻ ഒരു കാട്ടിൽ ഉച്ചകഴിഞ്ഞ് 3:30 ഉറങ്ങാൻ കിടന്നു. രാമൻ്റെ കയ്യിൽ മൂർച്ചയുള്ള അമ്പ്. അടുത്ത് കണ്ട വൃക്ഷത്തിൻ്റെ പൊത്തിൽ അമ്പ് കുത്തിവെച്ചിട്ട് 3 മണിക്കൂർ രാമൻ ഉറങ്ങി. 3 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് ശ്രീരാമൻ എഴുന്നേറ്റു. മരത്തിൻ്റെ പൊത്തിൽ നിന്ന് അമ്പ് ഊരിയെടുത്തപ്പോഴാണ് കാണുക അമ്പിൻ്റെ മൊന ഒരു തവളക്കുഞ്ഞിൻ്റെ വായിലാണ് കുത്തിവെച്ചിരുന്നത്. തവളക്കുഞ്ഞ് അമ്പിൻ്റെ മൊനയെ കിടന്ന് പിടയ്ക്കുക. അപ്പം ശ്രീരാമൻ പറഞ്ഞു, തവളക്കുഞ്ഞെ, നിൻ്റെ വായിലാണ് ഞാൻ അമ്പ് കുത്തിയതെന്ന് നീ ഒന്ന് കരഞ്ഞു പറഞ്ഞെങ്കിൽ അമ്പ് ഞാൻ മാറ്റി കുത്തുമായിരുന്നല്ലോ. അപ്പോൾ തവളക്കുഞ്ഞ് പറഞ്ഞു, എൻ്റെ രാമ, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ തവള എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ രാമ എന്ന് വിളിച്ചാൽ അപകടത്തിൽ രക്ഷപ്പെടാം. ആ രാമൻ തന്നെ എൻ്റെ വായിൽ അമ്പ് കുത്തി കയറ്റിയാൽ പിന്നെ ഏത് ബലരാമനെയാണ് ഞാൻ വിളിക്കേണ്ടത്? കരുണ കാണിക്കേണ്ട ഭർത്താവ് ഭാര്യയോട് കരുണ കാണിച്ചില്ലെങ്കിൽ നാളെ കാടുവെട്ടാൻ വരുന്ന അങ്കിൾ കരുണ കാണിച്ചു തുടങ്ങും. അത് കെട്ടിയവൻ്റെ കഴിവുകേടാണ്. കരുണ കാണിക്കേണ്ട ഭാര്യ കരുണ കാണിച്ചില്ലെങ്കിൽ ഓഫീസിലെ തൂപ്പുകാരി നാളെ മുതൽ കെട്ടിയവനോട് കരുണ കാണിക്കും. ഒരു പെണ്ണിൻ്റെ പിടിപ്പുകേടാണ്. കരുണ ഭാര്യ ഭർത്താവിനോട് കാണിക്കണം, ഭർത്താവ് ഭാര്യയോട് കാണിക്കണം. സംസാരം പരുഷമാകരുത്. മടുത്തിരിക്കുന്ന ഭർത്താവിനെ കുത്തുന്ന വർത്തമാനം പറയല്ല പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, എല്ലിന് കട്ടിയില്ലാത്ത എല്ലാ കട്ടിയും കൂടെ നാക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് പ്രയോഗിക്കരുത്. ഭർത്താവിനെ മനസ്സിലാക്കുക, മര്യാദയ്ക്ക് മിണ്ടാൻ പഠിക്കുക. ഇന്ന് കുടുംബ കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ 60%, ഞാൻ അച്ഛനോടൊപ്പം കോടതി പോകുന്ന വക്കീലുമാണ്, കുടുംബ കോടതി കിടക്കുന്ന കേസുകളിൽ 70%-ലധികവും ബഹുമാനമില്ലാത്ത ഭാര്യയുടെ പെരുമാറ്റമാണ്, ബഹുമാനമില്ലാത്ത ഭർത്താവിൻ്റെ പെരുമാറ്റമാണ്. അവിടുന്ന് ആരംഭിക്കുന്ന അവസരങ്ങൾ പിന്നെ ഡൈവോഴ്സിലേക്ക് വരുന്നു. എന്തെല്ലാം ഇപ്പം ഡൈവോഴ്സാണേലും ചിലക്കൊക്കെ 1-2 ഡൈവേഴ്സാണ്. ഇന്നലെ കാണുക, ഇന്ന് ഫിക്സ് ചെയ്യുക, നാളെ കെട്ടുക, ബുധനാഴ്ച പിരിയുക. എന്തെളുപ്പമാണ്. ഒരുത്തം കോടതി ചെന്നു, ബഹുമാനപ്പെട്ട കോടതി, ഡൈവോഴ്സ്. അതെന്താ? 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 3 മക്കളുമുണ്ട്. 15 വർഷവും 3 മക്കളും ആയപ്പോഴാണോ ആദ്യകാലത്ത് ചിന്തിക്കാൻ മേലായിരുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ ചിന്തിച്ചതാണ്. എന്തു പറ്റി? ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ അവൾ
പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, ബക്കറ്റ്, ഫോർക്ക്, ഏറോട് ഏറ്. കോടതി പറഞ്ഞു 15 വർഷം സഹിച്ചില്ല. ഇപ്പോഴോ ബഹുമാനപ്പെട്ട കോടതി അടുത്ത ഇടയായിട്ട് അവർക്ക് ഉന്നമായിട്ട് വരുന്നു. ഇതാണ് പ്രശ്നം. ഇത്രയും നാൾ പ്രശ്നമില്ല. ജഡ്ജിക്ക് പിരിക്കാൻ പ്രയാസം. ജഡ്ജി പറഞ്ഞു 3 മക്കളെ തുല്യമായിട്ട് വീതം വെച്ചെടുക്കാമെങ്കിൽ പിരിഞ്ഞോളാൻ പറഞ്ഞു. എങ്ങനെ തുല്യം വീതം വെക്കും? അവൻ പറഞ്ഞു കോടതി 1 വർഷം തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. പോയി. അവൾ വീണ്ടും ഗർഭിണിയായി. 10 മാസമായി. പ്രസവിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഡൈവോഴ്സിൻ്റെ ഡേറ്റ്. 4 പേരെയും കൂടിയല്ല, 3 കുഞ്ഞുങ്ങൾ, 4 കുഞ്ഞുങ്ങളെയും കൂടിയല്ല. പ്രതീക്ഷയോടെ ഓർത്തു പിറ്റേയാഴ്ച ഡൈവോഴ്സ് കിട്ടും. അപ്പോഴാണ് ഗതികേട്. പ്രസവിച്ചപ്പം ഇരട്ട പിള്ളേർ, പിന്നെ 5 എണ്ണമായെന്നാണ്. അപ്പോൾ ഇതാണേലും ഓർത്താൽ കിട്ടണമെന്നില്ലല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് പിരിയണം, പോകണം. പലപ്പോഴും കരുണയില്ലാത്ത പെരുമാറ്റം. കരുണയുള്ള ഭാര്യയാണോ, കരുണയുള്ള ഭർത്താവാണോ, പ്രായമായ മാതാപിതാക്കളോട് കരുണയോടെ മിണ്ടുന്നവരാണോ ഒന്ന് പരിശോധിക്കുക. 3, വിശ്വസ്തതയുടെ ദാമ്പത്യം. വിശ്വസ്തതയുടെ ദാമ്പത്യം. ഒരു കാര്യം ഓർക്കണം, അമ്മയുടെ കൂടെ ജീവിച്ചത് 25 വയസ്സ് വരെയാണ്. പക്ഷേ നീണ്ട 50 വർഷം ദൈവം അനുസരിച്ച് ജീവിക്കേണ്ടത് താലികെട്ട പുരുഷൻ്റെ കൂടെ. അമ്മയേക്കാൾ വിശ്വസിക്കേണ്ടത് കൂടുതൽ കാലം ജീവിക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ്. അമ്മയുടെ കൂടെ പുരുഷൻ ജീവിച്ചത് കൂടിയാൽ 30 വയസ്സ് വരെ. പക്ഷെ അവൻ്റെ 90-ാം വയസ്സ് വരെ, പിന്നത്തെ 60 വർഷം ജീവിച്ചത് പരിചയമില്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ. അതുകൊണ്ടാണ് മാതാപിതാക്കളെ വിട്ട് ഭാര്യ കുടിച്ചത്. സ്വന്തം അമ്മയേക്കാൾ വിശ്വസിക്കേണ്ടത് ഭാര്യയാണ്. സ്വന്തം അപ്പനേക്കാൾ വിശ്വസിക്കേണ്ടത് ഭർത്താവിനെയാണ്. ഇനി അത്രയ്ക്കും നല്ലവരും ഓക്കെ, പക്ഷെ കുടുംബത്തിൽ 1-ാം സ്ഥാനം ഭാര്യയ്ക്ക് പോകണം, 1-ാം സ്ഥാനം ഭർത്താവിന് പോകണം. കല്യാണം കഴിഞ്ഞാൽ ആങ്ങള കുടുംബത്തിൽ ഇടപെടരുത്. കല്യാണം കഴിഞ്ഞിട്ട് പെങ്ങന്മാരധികം ഇടപെടരുത്. പെങ്ങൾ പറഞ്ഞല്ല ഭാര്യ കെട്ടിയവൻ്റെ കാര്യം അറിയേണ്ടത്. ഗൾഫിൽ പോയ ഭർത്താവ് അവധിക്ക് വന്നെന്ന് ഭാര്യ അറിയേണ്ടത് അയൽവക്കത്തെ ആൻറ്റി പറഞ്ഞിട്ടല്ല, ആദ്യം ഇവളാണ് അറിയേണ്ടത്. കുടുംബത്തിൽ ഈ സ്നേഹത്തിന് മുദ്ര വേണം, സ്നേഹത്തിൻ്റെ ഐക്യം വേണം. ഇവിടെയാണ് പറയുക വിശ്വസ്തതയുടെ ദാമ്പത്യം. ഒരിക്കലും ജീവിത പങ്കാളിയെ സംശയിക്കരുത്. ജീവിത പങ്കാളിയെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നതിന് തുല്യമാണ്. അവസരം ഉണ്ടാക്കരുത്. ഭാര്യയോടും മക്കളോടും ഒന്നും മിണ്ടാത്തവൻ ടെലിഫോണിലൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കളകളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭാര്യയ്ക്ക് സംശയം തോന്നണം. ഭാര്യയോടില്ലാത്ത ഈ സ്നേഹം ആരോടാ കാണിക്കുക? ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും മിണ്ടാത്ത ഭാര്യ കൂട്ടുകാരോടും ഫോണിലൂടെയും ഒരുപാട് സംസാരിച്ചാൽ ആ ഭാര്യയെ ഭർത്താവ് സംശയിക്കണം. എന്നോടും മക്കളോടും അധികം സംസാരം ആരോടാ? അന്തരീക്ഷം ഉണ്ടാകരുത്. ഒരു സ്ത്രീ ഭർത്താവിൻ്റെ പാൻസും ഷർട്ടും എല്ലാം തേച്ച് കൊടുത്തു. തേച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഭർത്താവിൻ്റെ വയറിന് ഒരു കുത്തും കൊടുത്തു. എന്നാടി കുത്തിയെന്ന് ചോദിച്ചു. തനിക്ക് ഞാൻ തരാത്ത സ്നേഹമൊന്നുമില്ല, എന്നിട്ടും വേറെ പെണ്ണുങ്ങളുടെ കൂടെ താൻ പോകുന്നു എനിക്ക് മനസ്സിലായി. അതെന്നാടി? തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു പെണ്ണിൻ്റെ പേര് ഹെലൻ. ആരാടോ ഈ ഹെലൻ? നമ്മളുടെ പൊട്ടി, അത് പെണ്ണല്ല. സിറ്റി ചെന്നപ്പം കുതിരകളുടെ പന്തയോട്ടം, ഒരു പെൺകുതിരയുടെ പേരാണ് ഹെലൻ. അതിൻ്റെ പേരിൽ 10,000 രൂപ ബെറ്റ് വെച്ചു. പേര് മറക്കാതിരിക്കാൻ വേണ്ടി പേരെഴുതി വെച്ചതാണ്. അവൾ പറഞ്ഞു സോറി, ഞാനോടത്ത് ഏതോ പെണ്ണാണെന്ന്. പിറ്റേ ദിവസം രാവിലെ 6:30 കട്ടൻ കാപ്പി പഞ്ചാരിയിട്ട് കുടിക്കാൻ കൊടുക്കുകയും ഇവൻ്റെ കവിളിലൊരു കുത്ത്. ഞാനായിട്ട് നീ വീണ്ടും കുത്തിയെന്ന് ചോദിച്ചു. തൻ്റെ പന്തയ കുതിര വെളുപ്പിന് 5:45 എന്നെ ഫോൺ വിളിച്ചായിരുന്നു. ഇതാണ് പ്രശ്നം. സംശയം ഉണ്ടാകാതെ കുടുംബത്തിൽ സൂക്ഷിക്കണം, അതും ശ്രദ്ധിക്കണം. ഒരുത്തൻ കല്യാണം കഴിച്ചു, മെഡിക്കുക. പക്ഷെ അവൾക്ക് വലിയ ആഗ്രഹം 2-ാം ശനിയാഴ്ച തോറും വനിതാ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ പോകണം. രാവിലെ 9:00 പോകും, വൈകിട്ട് 5:30 വരും. 2-ാം ശനിയാഴ്ച ഇവൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഉച്ചയായപ്പോൾ 2:30 അവൾക്കൊരു സംശയം. എന്നെ ഇങ്ങനെ വിട്ടിട്ട് കെട്ടിയവൻ വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെ സൊള്ളാനും മറ്റും പോയോ? 2:30 ഫോൺ വിളിച്ചു. ഹലോ ജോസ്മോനാണ്. അതെ, എന്നെ അടുക്കുക. കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് പരിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടോ? പിന്നെ ഇല്ലേ? എങ്കിൽ കിച്ചണിൽ കയറി മിക്സി ഒന്ന് ഓൺ ചെയ്യാമോ? അവൻ കിച്ചണിൽ കയറി മിക്സി ഓൺ ചെയ്തു. സോറി, വീട്ടിലുണ്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്, തീർന്നു. പിറ്റേ 2-ാം ശനിയാഴ്ച 9:00 പോയി. 2:30 ഹലോ ജോസ്മോനാണോ? അതെ, എന്നെ അടുക്കുക. പ്ലേറ്റ് കഴുകുക. കള്ളൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. എന്നാൽ കിച്ചണിൽ കയറി മിക്സി ഒന്നും ഓൺ ചെയ്യാമോ? മിക്സി ഓൺ ചെയ്തു. 3 മാസം ഇവനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ മിക്സി ഓൺ ചെയ്യിപ്പിച്ചു. 4-ാം മാസം 2-ാം ശനിയാഴ്ച ഉച്ച കൊണ്ട് പ്രോഗ്രാം തീർന്നു. ഉച്ച കഴിഞ്ഞ് ഫ്രീയാണ്. അവളോർത്തുന്ന നേരത്തെ വീട്ടിൽ പോയേക്കാം.
5:30 വരുന്ന അവൾ 3 മണിക്ക് വീട്ടിൽ വന്നു. കെട്ടിയവനെ കാണാനില്ല. മോൻ എന്തോ പടം വരച്ചുകൊണ്ടിരിക്കുന്നു. ഡാഡി എന്ത് ചെയ്യാൻ മോനെ എന്ന് ചോദിച്ചു. എവിടെ പടം അറിയത്തില്ല. 2:15 കാറിൽ മിക്സിയും കയറ്റിക്കൊണ്ട് പോകുന്ന വേണ്ടു. എങ്ങോട്ടാണ് പോയതെന്ന് യാതൊരു പിടിയുമില്ല. അപ്പം നമ്മൾ വിശ്വസത വേണം. സംശയത്തിന് വിത്ത് വീണോ കുടുംബം തകർന്നു. ഇവിടെയാണ് ഭർത്താവിനെ വിശ്വസിക്കുക, ഭാര്യയെ വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ ദാമ്പത്യം കുടുംബത്തിൽ. 1 സ്നേഹത്തിൻ്റെ, 2 കരുണയുടെ, 3 വിശ്വാസത്തിൻ്റെ ദാമ്പത്യം, 4 സാമീപ്യം കൊടുക്കുന്ന ദാമ്പത്യം. കുടുംബത്തിൽ സാമീപ്യം വേണം. ദമ്പതിമാർക്കിടയിൽ 3 സാമീപ്യങ്ങൾ കൊടുക്കാൻ പഠിക്കണം. 3 സാമീപ്യം. 1 ശാരീരിക സാമീപ്യം. എന്താ ശാരീരിക സാമീപ്യം? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരുന്ന് 15 മിനിറ്റ് കൊച്ചു വർത്താനം പറയണം. എന്നിട്ടേ കിടക്കാൻ പോകും. 15 മിനിറ്റ്. ഞാനൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ 15 മിനിറ്റൊന്നും വേണ്ട, 5 മിനിറ്റ് ഈ മനുഷ്യൻ മിണ്ടിയാൽ മതിയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താ 3 അടി? സന്ധ്യ പറയും പ്രാർത്ഥിക്കടി, കഞ്ഞി വിളമ്പടി, പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമില്ല. ചില കുടുംബത്തിലെ സംസാര വിഷയം കാലാവസ്ഥയാണ്. മുടിഞ്ഞ ആവി. രാത്രി നല്ല തണുപ്പുക, പകൽ ഭയങ്കര ആവിയാണ്. ഒരു മഴക്കാരിങ്ങനെ ഭരണിക്കാവിൽ നിന്ന് വരുന്നുണ്ട്. മിക്കവാറും അത് കുണ്ടറ പോയി പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെ വിഷയദാരിദ്ര്യം കൊണ്ട് പല ദമ്പതിമാരും പണ്ടേ മരിച്ചു പോയേനെ. ഒരു സ്ത്രീ പറഞ്ഞു, വെച്ചാൽ എനിക്കെന്നെ കെട്ടിയവനെ കാണുമ്പം അടിവേർ നോക്കി ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചു, അതെന്നാ അടി? ആദ്യ രാത്രി പുതപ്പിന് കീഴെ ചൂട് പഠിച്ച് മുട്ടി ഒരുമി കൊച്ചു വർത്താനം പറഞ്ഞ് കുറേ സമയം കെടുക്കാമെന്ന് ഓർത്തപ്പോൾ രാത്രി 12 മണിക്ക് അത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ നീ എന്നാണ് അങ്ങനെ ചോദിച്ചത്? എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരിക്കൽ അച്ഛൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതുജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടത് ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. ഇവിടെയാണ് പറയുക, കുടുംബത്തിൽ സാമീപ്യം വേണം. ശാരീരികമായ സാമീപ്യം കുടുംബത്തിൽ വേണം. 2 മാനസിക സാമീപ്യം. വടക്ക് നോക്കി യന്ത്രത്തിന് സൂചി വടക്കോട് തിരിഞ്ഞതുപോലെ ഭാര്യയുടെ മനസ്സ് ഭർത്താവിലേക്ക് തിരിയണം. ഏത് ഭർത്താവിലേക്ക്? സ്വന്തം ഭർത്താവിലേക്ക് തിരിയണം. ഭർത്താവിൻ്റെ മനസ്സ് സ്വന്തം ഭാര്യയിലേക്ക് തിരിയണം. ഭാര്യയെക്കുറിച്ച് ഓർക്കുന്ന ഭർത്താവിനെ ഓർക്കുന്ന ദാമ്പത്യം മാനസിക സാമീപ്യം. 3 ആത്മീയ സാമീപ്യം. ഭർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭാര്യ, ഭാര്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭർത്താവ്. ഇതാണ് ആത്മീയ സാമീപ്യം. ഈ 3 സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരും. ആ തരംഗത്തിൻ്റെ പേരാണ് ടെലപ്പതി. ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ടെലപ്പതിയുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എനിക്കൊരു തലവേദനയോ പനിയോ വന്നോ, 10 ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത്, മോന് വല്ല ക്ഷീണമായിരുന്നോ, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അത് ടെലപ്പതി. ജോലിക്ക് പോയ ഭർത്താവിന് ചുമ്മാ ഒരു തോന്നൽ, വീട്ടിൽ നിന്നെല്ലാം ചെല്ലുമ്പോൾ ആ ഭാര്യ തലവേദന കൊണ്ട് പിടയുന്നു. ആ തോന്നൽ ടെലപ്പതിയാണ്. പുറത്തു പോയ ഭാര്യയ്ക്ക് തോന്നുന്നു വീട്ടിൽ വെറുതെ ഒന്ന് ചെല്ലാം, ഭർത്താവ് നെഞ്ചുവേദന കൊണ്ട് പിടയുന്നു. ആ തോന്നൽ ടെലപ്പതിയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാലിൽ നാരകത്തിൻ്റെ ഒരു മുള്ളു കൊള്ളുന്നു. നാരകത്തിൻ്റെ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടിയെന്ന് പറയുമോ? കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തി കയറട്ടെ. എത്രയെടുത്ത് പോകുന്ന കാലായത്? കാലേ മുള്ളു കൊണ്ടോ കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കെട്ടും. ഭർത്താവിന് നൊമ്പരം വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് നൊമ്പരം വരുമ്പോൾ ഭർത്താവിനെ പറയാൻ പറ്റിയല്ല, അനുഭവിക്കട്ടെ, ഓടിച്ചെല്ലും. ടെലപ്പതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി മദ്രാസിൽ ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് ഉടനെ സോണിയാഗാന്ധി അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തത്.
സോണിയായ്ക്ക് മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സാമീപ്യം, കൊടുക്കുന്ന സമ്മാനം. ഒന്ന് ജീവിതത്തിൽ സ്നേഹം, സ്നേഹത്തിൻ്റെ ദാമ്പത്യം. 2 കരുണയുടെ ദാമ്പത്യം. 3 വിശ്വസ്തയുടെ ദാമ്പത്യം. 4 നമ്മുടെ കുടുംബത്തിൽ സാമീപ്യത്തിൻ്റെ ദാമ്പത്യം. 5 സംതൃപ്തിയുടെ ദാമ്പത്യം. കുടുംബത്തിൽ സംതൃപ്തി വേണം. തൃപ്തിയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ നടപ്പ് കാണുമ്പോൾ അറിയാം. ചിലരുടെ മുഖത്തോട് നോക്കിയാൽ തന്നെ നമുക്ക് സന്തോഷം. തൃപ്തിയില്ലല്ലോ, ചോദിച്ചാൽ ഉത്തരവില്ല. ആൻറ്റിയെ അങ്കിൾ എവിടെ പോയതാ? എപ്പം വരുമെന്നറിയാമോ? ഗർഭിണിയുടെ 4-ാം മാസത്തെ ഓക്കാനം പോലെയാണ്. ഒരു സ്വരം മാത്രം കേൾപ്പിക്കും. സന്തോഷമില്ല, തൃപ്തിയില്ലാത്ത ജീവിതം. ചില ദമ്പതികൾ നടന്നു പോകുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഏതോ സ്കൂൾ ലബോറട്ടറിയിൽ നിന്നും അസ്ഥികൂടം നടക്കാൻ പോണ പോലെയാണ്. കാണുന്നവൻ്റെ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാകും. സംതൃപ്തി ഉണ്ടാകണോ? ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ അടുത്തിരുന്ന് പറഞ്ഞു തീർക്കണം. അന്നുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ അടുത്തിരുന്ന് പറഞ്ഞു തീർക്കുമ്പോൾ സംതൃപ്തിയുണ്ട്. അത് കൊച്ചു കൊച്ചു കാര്യം പറയാതെ പിന്നെ പറയാമെന്നും പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ അസ്വസ്ഥരാകും. ചിലപ്പോൾ കുടുംബം ചില വഴക്കുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ ആനുപാതികമല്ലാതെ ചൂടാവും. കെട്ടിയവൻ പറയും, ഇത്രയും കുഞ്ഞു കാര്യം എന്തിനാടി ഇതുപോലെ ചൂടാകുന്നത്? കുഞ്ഞു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം ഇവിടെ കിടപ്പുണ്ട്. ഒരെണ്ണം വരുമ്പം ബാക്കിയെല്ലാം കൂടെ കുടഞ്ഞിടുന്നതാണ്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വികാരീശൻ പറഞ്ഞു, ഒരു ഭർത്താവിനെയും ഭാര്യയും കൂടി ജോസഫച്ചൻ ഒന്ന് ഇണക്കിയിട്ട് പോകണം. അവർ മിണ്ടുകയല്ല. ഞാൻ വീട്ടിൽ ചെന്നു. ഭർത്താവിൻ്റെ ഒരു ടോമിച്ചൻ, വയസ്സ് 40, ഭാര്യ ടെസ്സി 40 അടുത്ത് പ്രായം. തമ്മിൽ മിണ്ടുകയല്ല. 6 വയസ്സുള്ള പെൺകുട്ടി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. രാവിലെ എഴുന്നേൽക്കുന്ന അപ്പം പറയും, എനിക്ക് കുളിക്കണം, വെള്ളം ചൂടായോ? മമ്മി പപ്പായ്ക്ക് കുളിക്കണം, വെള്ളം ചൂടായോ? തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പറ. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒഴിച്ചേച്ച് പാമ്പറ. കുളി കഴിഞ്ഞ് തോർത്തിയിട്ട്, എനിക്ക് വിശക്കുന്ന കാപ്പിയായോ? മമ്മി പപ്പായ്ക്ക് വിശക്കുന്ന കാപ്പിയായോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കയറ്റിയേച്ച് പാമ്പറ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കയറ്റിയേച്ച് പാമ്പറഞ്ഞ്. ഞാൻ ചോദിച്ചു, ടെസ്സി എന്നാ പ്രശ്നം? ടെസ്സി പറഞ്ഞാൽ എനിക്ക് ടോമിച്ചിനെ കാണുമ്പം ഓക്കാനിക്കാൻ വരുന്നു, ഇതാണ് പ്രശ്നം. ടോമിച്ചിനെ കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു. 2 കാര്യങ്ങൾ ടോമിച്ചൻ തിരുത്തിയാൽ ഞാൻ നല്ല ഭാര്യയായി നല്ല അമ്മയായി ഒതുങ്ങി ജീവിക്കും. 1 സന്ധ്യമണി അടിക്കും വീട്ടിൽ വരണം. 2 കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത്. ഒരു ഭാര്യയുടെ ന്യായമായ ആവശ്യം. ടോമിച്ച ഈ 2 കാര്യങ്ങളാണ് ടെസ്സി പറയുന്നത്. ടോമിച്ച് വിളിച്ചാൽ നാളെ മുതൽ 5 മണിക്ക് വന്നേക്കാം, കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം. ഞാൻ തിരുത്താൻ തയ്യാറ്. ടെസ്സിയെ കൊണ്ട് കൂടി 2 കാര്യം ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യിപ്പിക്കണം? അച്ഛൻ ടെസ്സിയോട് പറയണം, ദൈവം തമ്പുരാനെ ഓർത്ത് അവിടെ ഇട്ടിരിക്കുന്ന നൈറ്റി 15 ദിവസത്തിൽ ഒരിക്കലും ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് അലക്കാൻ പറയണം. 2 ശനിയാഴ്ചയെങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം. ഇന്ന് അവൾ സോപ്പ് തേച്ച് കുളിച്ചാൽ ഈ തോട്ടിലെ സകലമാന മീനും ചത്തുപൊങ്ങും. അത്രയ്ക്കും കട്ടിയുള്ള വിഷമാണ് ദേഹത്ത് അട്ടിയിട്ട് വെച്ചിരിക്കുക. എൻ്റെ അച്ഛ നൈറ്റിയിൽ മത്തിയുടെ ഉളുമ്പ്, അയലയുടെ നാറ്റം, ഇഞ്ചിയുടെ നീറ്റൽ, മുളകിൻ്റെ എരിവ്, സവോളയുടെ ദുർഗന്ധം മണക്കാൻ മെലഞ്ഞിട്ടച്ച പൂസാരി അടുക്ക ചെല്ലുന്നത്. അലക്കാത്ത നൈറ്റി, കുളിക്കാത്ത ദേഹം അവൻ്റെ പ്രശ്നം. കുടിക്കുന്ന കിട്ടിയവൻ വൈകി വരുന്നു, അവിടെ പ്രശ്നം. ഏതെങ്കിലും അച്ഛന്മാരോടോ ഫാമിലി കൗൺസിലേഴ്സിനോടോ ആദ്യകാലത്ത് പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നം ഉള്ളിൽ സ്വയം വെച്ചുകൊണ്ടിരിക്കും. പിന്നീട് ഹൃദയങ്ങൾ അകന്നു പോകുന്ന അപകടത്തിലെത്തുന്നു. ഇവിടെയാണ് പറയുക സംതൃപ്തി, പറഞ്ഞു തീർക്കുന്ന സംതൃപ്തി. 6 സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം. കുടുംബത്തിൽ സ്വാതന്ത്ര്യം വേണം. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. തുണിയില്ലെന്നല്ല, ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഭർത്താവിനെ ഒളിക്കാൻ ഹൗവായ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ആദത്തിനൊന്നുമില്ല. ഒന്നും ഒളിക്കാനും മറയ്ക്കാനുമില്ല, തുറന്ന ഒരു ജീവിതം. അതാണ് സ്വാതന്ത്ര്യം. ദാവീദ് രാജാവ് വാഗ്ദാന പേടകമെടുത്ത് യോർദാൻ്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ
ദൈവം മുമ്പാകെ സ്വാതന്ത്ര്യം തോന്നിയിട്ട് തുണി ഉരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി സ്വാതന്ത്ര്യം. ചില കൊച്ചു പിള്ളേർക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്. അമ്മയെ കാണുമ്പോൾ മക്കളുടെ സ്വാതന്ത്ര്യം. UKG നിന്ന് ക്ലാസ് വിട്ടു വരുന്ന കുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പോൾ ട്രൗസർ ഊരി തോളയിലിട്ട് കൂകിക്കൊണ്ട് ഓടുന്ന കാണാം. അമ്മയുടെ മുമ്പിലുള്ള കൊച്ചിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ വീട്ടിൽ വെഞ്ചരിക്കാൻ വേണ്ടി ചെന്നു പ്രാർത്ഥിക്കാൻ. ഓരോ മുറിയിൽ വെള്ളം തളിച്ച് കളിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരങ്ങാനം മാത്രം ഇട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചെറുക്ക നാണമില്ലേ, ഒരച്ഛൻ വന്ന കണ്ടില്ലേ, അകത്ത് വരുന്നവർ ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാല KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ പിറവിത്താനിലേക്ക് കുർബാനയെല്ലാം പോവുക. 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതുകൾ. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാടെ നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി അരയിൽ ഉടുത്തില്ലാ പരുവത്തിൽ കഷ്ടപ്പെട്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാൻ വണ്ടിയെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാണ്, മറക്കരുത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതില്ലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനും മറയ്ക്കാനുമില്ല. അപ്പം ബൈബിളിൽ നഗ്നത സ്വാതന്ത്ര്യം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. ജീവിതം ഒരു തുറന്ന പുസ്തകം. വളഞ്ഞ കാശിടപാടില്ല, കത്തടപാടില്ല, സന്ദർശനങ്ങളിൽ ഒന്നുമില്ല. നേരെ വാ നേരെ പോ. ഇതാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം. ഒരു മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോട് എന്തെല്ലാം പറയാൻ പറ്റുമോ ആ സ്വാതന്ത്ര്യം ഒരു നല്ല ഭാര്യ ഭർത്താവിന് കൊടുക്കണം. ഒരു കുഞ്ഞു പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോട് എന്തെല്ലാം പറയാൻ പറ്റുമോ ആ സ്വാതന്ത്ര്യം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യ ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഭർത്താവ് കടന്നു വരികയും അവനെ കണ്ട് പേടിച്ച് വർത്തമാനം നിർത്തിയാൽ അവൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. ഭർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഭാര്യ കടന്നു വരികയും അവൾ സംശയത്തോടെ നോക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭർത്താവിന് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് കുടുംബത്തിൽ സ്വാതന്ത്ര്യം. ചില ആണുങ്ങൾ പറയും, അച്ഛാ ഈ കാര്യം അച്ഛന് എൻ്റെ ഭാര്യയോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല. ചില പെണ്ണുങ്ങളും പറയും, ഈ കാര്യം കെട്ടിയവനോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. എന്തുവേലും പറയാനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ. 6 സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം. ഇപ്പോൾ 1 സ്നേഹത്തിൻ്റെ ദാമ്പത്യം, 2 കരുണയുടെ, 3 വിശ്വാസത്തിൻ്റെ, 4 സാമീപ്യത്തിൻ്റെ, 5 സംതൃപ്തിയുടെ, 6 സ്വാതന്ത്ര്യത്തിൻ്റെ ദാമ്പത്യം, 7 സുരക്ഷിതത്വ ബോധത്തിൻ്റെ ദാമ്പത്യം. സുരക്ഷിതത്വം അനുഭവിക്കുന്ന ദാമ്പത്യം കുടുംബത്തിൽ കൊടുക്കണം. അതിന് ഭാഗ്യവാനായ പൗലോസ് വിളിക്കുന്ന വാക്ക് മഹാരഹസ്യം എന്നാണ്. രഹസ്യം. എഫേസൂസ് ലേഖനം 5-ാം അധ്യായം 22 മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് പറയും, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരുമേ 2 ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. പള്ളിയിൽ വിവാഹത്തിന് ഈ ഭാഗം വായിക്കുക. വായിച്ചപ്പോൾ അൾത്താര ശുശ്രൂഷയ്ക്ക് അല്പം സ്പീഡ് കൂടിപ്പോയി. തിരി കത്തിക്കാൻ പോയി, കോഴിയെ ഓടിക്കാൻ പോയി, പള്ളി കയറിയ പട്ടിയെ പായിക്കാൻ പോയി. അതിനിടയിൽ ബൈബിൾ വായനയുടെ സമയം. അവൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരുമേ 2 ഒന്നാകുന്നു, ഇതൊരു മഹാരസമാകുന്നു. രഹസ്യത്തിൻ്റെ വിട്ടുപോയി. രഹസ്യവുമാണ്, മഹാരസവുമാണ്. കുടുംബത്തിൽ സുരക്ഷിത ബോധമുണ്ടോ ജീവിതം രസമാണ്. ഉദാഹരണം, ഭർത്താവ് ഭാര്യയ്ക്ക് സ്വന്തമായി വീട്, ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം, കൂടെ നിന്നുള്ള സംസാരം, ഇത്രയും കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് തോന്നും ഇവൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. എൻ്റെ അപ്പനും അമ്മയും തന്നതിനേക്കാൾ സെക്യൂരിറ്റി ഇവൻ്റെ കയ്യിലുണ്ട്. അതിൽ ഭർത്താവ് പരാജയപ്പെട്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ പോവും, അപ്പനെ കാണാൻ പോവും, പരമാവധി അവിടെ വീട്ടിൽ പോയി നിൽക്കാൻ തോന്നും. കാരണം സുരക്ഷിതത്വ ബോധം കൊടുക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ്. ഒരു സ്ത്രീ വീട് വൃത്തിയായി സൂക്ഷിക്കണം, തുണി അലക്കി കൊടുക്കണം, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യണം, ഭർത്താവിൻ്റെയും മക്കളുടെ ആത്മീയകാര്യം ചോദിക്കണം. അപ്പോൾ അവന് കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ്. ചില വീട്ടിൽ സുരക്ഷിതത്വ ബോധം തോന്നിയല്ല.
ചില വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം പിശാച് ഈമ്പിയ പെമ്പർനോതിയാണ്. വരാന്ത ചെന്നപ്പം കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. പെരയ്ക്കത് കയറി ചെന്നപ്പോൾ ചക്കയിലക്കും ചുക്കിലി വരെയും തോരണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു. ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഊരി കുത്തപ്പനാറ് പോലെ പൊക്കി വെച്ചിരിക്കുന്നു. കട്ടിന് കീഴെ സാരി ചുരുട്ടി തിരികെ പോലെ മടക്കി വെച്ചിരിക്കുന്നു. കപ്പ വേവിച്ച പാത്രം ടാപ്പിനീടെ കുതിരാനിട്ടിരിക്കുന്നു. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം, ഇനിയും കുതിർന്നു തീർന്നിട്ടില്ല. ഊട്ടുമേശയിൽ ചോറിൻ്റെയും കറിയുടെയും കൂട്ടത്തിൽ സ്കൂളിൽ നിന്ന് കുട്ടി ഊരിയിട്ട് സോക്സും കൂടെ തോരൻ പോലെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. 2016 കലണ്ടർ ഇനിയും മാറ്റിയിട്ടില്ല. ഒരു നാണമില്ലാതെ തൂങ്ങിക്കിടക്കുന്നു. ക്ലോക്ക് നിര്യാതന ദിവസം പലത് കഴിഞ്ഞു. എപ്പം നോക്കിയാലും 4:10 സൂചി മുമ്പോട്ട് പോയിട്ടേയില്ല. ഞാൻ വീട്ടിൽ വെഞ്ചരിക്കാൻ വേണ്ടി ചെന്നു. ഓരോ മുറിയെ പ്രാർത്ഥിച്ച് വിശുദ്ധജലം തളിച്ചു പോവുക. ഞാൻ കയറി പോകുമ്പോൾ കീറത്തുണി, പീറത്തുണി, കൈക്കില തുണി, കരികില തുണി, പഴംതുണി കട്ടിലേ കിടക്കുന്നു. അച്ഛൻ കണ്ട മോശമല്ലേ എന്നും കണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റിട്ട് മൂടി പോവുക. എനിക്ക് പൊക്കി വെള്ളം തളിക്കാൻ പറ്റുമോ? അവസാനത്തെ മുറിച്ച് നോക്കിയപ്പം എല്ലാം കൂടെ കൂമ്പാരം കൂട്ടി കുതിരപ്പുറം പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ പെങ്ങളെ സ്കൂട്ടർ കട്ടിലേ കയറ്റി മൂടി വെച്ചതാണോ? വൃത്തിയില്ല മെനയില്ലാത്ത സ്ത്രീകൾ. ചില കുടുംബനാഥന്മാരുമുണ്ട്. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് വന്ന് കട്ടിൽ കണ്ടാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ പോലെ ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി ഒട്ടി തലക്കലും വെച്ചിട്ടുണ്ട്. ചിട്ടയില്ല, മെനയില്ല, വൃത്തിയില്ല. ഇപ്പോൾ കുടുംബത്തിൽ ഒരു സുരക്ഷിതബോധം കൊടുക്കണോ? വൃത്തി, ക്രമം, ഇതൊക്കെ ആവശ്യമാണ്. കള്ളു കുടിക്കുന്ന ഭർത്താവാണോ? സുരക്ഷിതബോധമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് കുടിക്കുന്ന ഭർത്താവിനോട് ഭാര്യയ്ക്ക് അരിശമാണ്. കുടിക്കുന്ന ഭർത്താവിനോട്. ചാണ്ടിച്ചേട്ടൻ ഷാപ്പിൽ പോയി കുടിച്ചു, മൂക്കറ്റം കുടിച്ചു, അങ്ങേയറ്റം പൂസായി. വീടവിടെ നിന്നൊരു പിടിയില്ല. ചാണ്ടിച്ചേട്ടൻ ആടി വരിക. 5-6 സഹകുടിയന്മാർ വഴി കാണിച്ചു കൊടുത്തു. അവസാനം വീടിൻ്റെ വാതിൽക്ക് വന്ന് ചാണ്ടിച്ചേട്ടൻ കോളിമേലടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ. അവിടെയെങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം കുടിക്കുന്ന കെട്ടിയവൻ്റെ കൂട്ടുകാരോടും ഭാര്യയ്ക്ക് അറപ്പാണ്. 5 മിനിറ്റായി ഒരനക്കവും ഇല്ല. ഒരുത്തൻ പിന്നെയും കോളിംഗ് മേലടിച്ചു. ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്. ഉടനെ അവർ പറയുക, പൊന്നു പെങ്ങളെ ഒന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഇങ്ങനെയുള്ള അവസ്ഥയുണ്ട്. കുടിക്കുന്ന ഭർത്താവാണോ? ആ വീട് സുരക്ഷിതത്വ ബോധമില്ല. അപ്പം സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്ന കുടുംബമുണ്ടോ? പരസ്പരം വാക്കിലും പെരുമാറ്റത്തിലും സുരക്ഷിതത്വം കൊടുക്കുക. ഒരിക്കലും മക്കളുടെ മുമ്പേ ഭർത്താവിനെ താഴ്ത്തിപ്പറയില്ല. ഭർത്താവിന് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിൻ്റെ പക്ഷം പിടിച്ച് ന്യായീകരിക്കണം. ഒറ്റയ്ക്കേ തിരുത്താവൂ. ഭാര്യയ്ക്ക് എന്ത് കുറ്റമുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ കഴുത, ശവം ഇങ്ങനെയൊന്നും പറയല്ലേ. ആ സമയത്ത് ഭാര്യയുടെ പക്ഷം പിടിക്കണം, ഒറ്റയ്ക്കേ തിരുത്താവൂ. ഭാര്യയുടെ കുറ്റം പെങ്ങന്മാരെ പറഞ്ഞു കേൾപ്പിക്കരുത്. ഭർത്താവിൻ്റെ കുറ്റം ആങ്ങളമാരെ പറഞ്ഞു കേൾപ്പിക്കരുത്. എന്തെങ്കിലും ചെറിയ കുറ്റമുണ്ടോ കൂട്ടുകാരോടും വീട്ടുകാരോടും പറയല്ലേ. അവിടെയാണ് സുരക്ഷിതത്വ ബോധം, പരസ്പര ബഹുമാനത്തിൻ്റെ സുരക്ഷിതത്വ ബോധം. എല്ലാവർക്കും അറിയാം സുരക്ഷിതത്വം കൊടുക്കേണ്ടതാണ് കുടുംബജീവിതം. സിനിമാക്കാർക്കും അറിയാം സിനിമ ജയിക്കണോ നല്ല കുടുംബ കഥ വേണം. എന്തെങ്കിലും കുടുംബത്തെ ചുറ്റിപ്പറ്റി കഥ വേണം. ഇന്ന് അപ്പനും അമ്മയും ഇല്ലാത്ത ചില പടമുണ്ട്, ന്യൂജൻ പടങ്ങൾ. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഓടാത്തിൻ്റെയും കാരണം ഇതാ. വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കല്യാണമോ പ്രേമബന്ധമോ കുടുംബമോ ഉണ്ടോ, ആ പടം 100 ദിവസം ഓടുന്ന കാണാം. കഴിഞ്ഞ പോലെ ഓണത്തിന് ബാംഗ്ലൂർ മലയാളി സമാജം ഓണാഘോഷത്തിൽ പ്രധാന പ്രസംഗം പറയാൻ എന്നെ വിളിച്ചു. ഉദ്ഘാടകനായിട്ട് നടൻ ശ്രീനിവാസൻ. അപ്പം ഞാനും ശ്രീനിവാസനൂടെ കൊച്ചിയിലോട്ട് പോരുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ചിന്താവിഷ്ടയായ ശ്യാമള പിടിച്ച ശേഷം അച്ഛാ ഞാൻ പിടിക്കുന്ന പടം അധികം വിജയിക്കുന്നില്ല. ഇനി ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ അപ്പനെയും അമ്മയെയും വീടിനെയും വിട്ടിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് സ്നേഹങ്ങളാണ്. അപ്പൻ്റെ അമ്മയുടെ ആങ്ങളമാരുടെ ഒക്കെ സ്നേഹം താലി കെട്ടിയ പുരുഷൻ ഒരുമിച്ച് കൊടുത്താൽ വിവാഹം വിജയിക്കും. ആ തീം വെച്ച് ഒരു പടം പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. 3 വർഷം മുമ്പ് വെള്ളിമൂങ്ങ മലയാളത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് പടമായി. അത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ജിത്തുവും നിർമ്മാതാവും തിരക്കഥാകൃത്ത് സിന്ധിരാജും കൂടി കോട്ടയത്ത് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ യൂട്യൂബ് പ്രസംഗങ്ങൾ ഞങ്ങൾ പേ ചെയ്യാം, നിശ്ചിത തുക, അത് അതിൻ്റെ റൈറ്റ് ഞങ്ങൾക്ക് തരാവും, ഒരു സിനിമ ഇറക്കാനാണ്. ഞാൻ പറഞ്ഞു, യൂട്യൂബ് പ്രസംഗം ആൾക്കാർക്ക് പൊതുവായിട്ട് കൊടുത്തിരിക്കുന്നതല്ലേ, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് പ്രിയപ്പെട്ട MP വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നമുക്ക് സമയം കൊടുക്കാം.
കാരണം അറിയാം ഇലക്ഷൻ്റെ നാളുകളാണ്. അപ്പം നമുക്ക് പ്രമേന്ദ്രന് വന്നിട്ട് ഇനി പോലെ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ തുടരാവേ. എനിക്കും കേൾക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടവും ബഹുമാനം ഞാൻ തുടരാവേ. ദാമ്പത്യമായതുകൊണ്ട് എംപിക്കും കേൾക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടവും ബഹുമാനമുള്ള മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എൻ്റെ മനസ്സിൽ ഒത്തിരി അഭിനന്ദനമുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഗ്രൂപ്പിലേക്കും സ്വാഗതം ചെയ്യുന്നു. അപ്പം ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, കുടുംബജീവിതത്തിൽ ഒരു സുരക്ഷിതത്വ ബോധത്തിൻ്റെ ദാമ്പത്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം അവർ പറയും യൂട്യൂബിലെ പ്രസംഗം തരാമോ, ഞങ്ങൾക്ക് സിനിമയാക്കാനാണ്. ഞാൻ പറഞ്ഞു യൂട്യൂബിലെ പ്രസംഗം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് വിടുക, നിങ്ങൾക്ക് വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ. അപ്പം നിർമ്മാതാവ് പറഞ്ഞു, ചങ്ങനാശ്ശേരിക്കാരൻ ജെയിംസിൻ്റെ ഒരു ചെറുകഥയുണ്ട്. ഒരു സിനിമയുടെ ഇടവേള വരെ കൊണ്ടുപോകാൻ അത് ധാരാളം മതി, പക്ഷേ പിന്നീട് പൊലിക്കുന്നില്ല. അച്ഛൻ കേട്ടേച്ച് പൊലിപ്പിക്കാവോ? ഞാൻ പറഞ്ഞു പറ. ഒരുത്തൻ കല്യാണം കഴിച്ചു, മക്കളുമായി, കുറേ കഴിഞ്ഞപ്പോൾ വേറെ പെണ്ണുങ്ങളെ ചുമ്മാ നോക്കാനുള്ള ഒരു പ്രവണത. ഇതെല്ലാ ആണുങ്ങൾക്കും ചീത്തയായിട്ടല്ല. ഒരു 8 വർഷം കഴിയുമ്പം വേറെ പെണ്ണിനെ ചുമ്മാ ഒന്ന് നോക്കുക. അതിന് അമേരിക്കൻ മനഃശാസ്ത്രത്തിൽ വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ 8ാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ് അതിന് വിളിക്കുന്ന വാക്ക്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്കൊരു മനപ്രയാസം, മക്കൾ കഴിച്ചാലോ. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് സ്വന്തം ഭാര്യയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവളുടെ വിശ്വാസം നേടാൻ ഇവൻ എന്തൊക്കെ ചെയ്യണം? ധ്യാനത്തിൽ പറയുന്ന പോലെ ഒന്ന് പറയാമോ? അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അവളുടെ വിശ്വാസം നേടണമെങ്കിൽ അവൾ എന്നാ പറഞ്ഞാലും വടി പിടിക്കുന്നതുപോലെ മിണ്ടാതെ നിൽക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി തിരിച്ചു കൊടുക്കണം. കൈ ഉയർത്തി കൊടുക്കണം, പാത്രം മെടക്കി കൊടുക്കണം, തല തുടച്ച് കൊടുക്കണം. സാവധാനം അവളുടെ വിശ്വാസം നേടാം. ഞാൻ പറഞ്ഞതെല്ലാം സിന്ധിരാജൻ എന്ന തിരക്കഥാകൃത്ത് മനോഹരമായി എഴുതി ചേർത്തു. അദ്ദേഹത്തിൻ്റെ ഭാവന കൂട്ടിച്ചേർത്തു. അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടമായി. അങ്ങനെ ഒരു ധ്യാനപ്രസംഗം ഒരു സിനിമയ്ക്ക് കൊടുത്തു. അതിൻ്റെ 101ാം ദിവസം ഓടിയപ്പോൾ എനിക്കും മോഹൻലാലിനും മീനായ്ക്കും ഓടി അവർ അവാർഡ് തന്നു എറണാകുളത്ത് വെച്ച്. ആ ധ്യാനപ്രസംഗ ചിന്തയായിരുന്നു മലയാളത്തിൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴെന്ന് പറയുന്ന ഒരു മലയാള പടം. സിനിമാക്കാർക്ക് പോലും അറിയാം കുടുംബജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ദാമ്പത്യ ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് സുരക്ഷിതത്വം കൊടുത്ത് മുമ്പോട്ട് പോവുക. എത്ര തിരക്കും ബഹളമുണ്ടെങ്കിലും സെക്യൂരിറ്റി പരസ്പരം കൊടുത്തു പോവുക. വീണ്ടും പറയും, സമാധാനത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ സമാധാനം വേണം. എന്താണ് സമാധാനം? ഒരിക്കലും ഭർത്താവിൻ്റെ മനസ്സമാധാനം ഭാര്യ തകർക്കരുത്. അലഞ്ഞ് പണിത് ബുദ്ധിമുട്ടി ഭർത്താവ് വരുമ്പോൾ മനസ്സ് ഇളകി വരിക. ആ സമയം ശാന്തതയോടെ ഒരു ഭാര്യ നേടണം. ഒന്ന് ചിരിച്ചാൽ മതി, സ്നേഹത്തോടെ കേട്ടാൽ മതി. ആ സമയം ഒന്ന് വെട്ടുപോത്തും മറ്റേത് കാണ്ടാമൃഗവും പോലെ നിന്നാൽ കുടുംബത്തിൽ ലോകമഹായുദ്ധങ്ങൾ ആരംഭിക്കും. സമാധാനം സ്ഥാപിക്കണം. പണ്ട് അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങളായിരുന്നു സമാധാനം തകർക്കുന്നത്. ഇന്ന് അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങളില്ല. കാരണം മരുമകൾ അബുദാബിയിലും അമ്മായിയമ്മ കിഴക്കേക്കല്ലിലുമാണെങ്കിൽ എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും? ഇന്ന് വാശി തീർക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഒരു കൊച്ചു പെൺകുട്ടി ടി വിയുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ. പ്രേക്ഷകരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ മേശപ്പുറത്തെ ഫോൺ എടുത്തു. ഹലോ, ആരാണിത്? ഉഷ. എവിടുന്ന ഉഷ ആൻറ്റി? അബുദാബിയിൽ നിന്ന്. എന്നാണ്ട് വിശേഷം? കൊല്ലത്തെ എൻ്റെ അമ്മായിയമ്മയുടെ 75ാം ബർത്ത്ഡേ ആണ്. ഒരു അടിപൊളി പാട്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പ്രിയ ശ്രോതാക്കളെ, കൊല്ലത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബുദാബിയിലെ ഉഷ ആൻറ്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ട് ആൻറ്റി വെക്കേണ്ടത്? രാക്ഷസി ആണ് വെക്കേണ്ട പാട്ട്. നമുക്കെങ്ങനെയും തകർക്കാം സമാധാനം. ഏത് വിധത്തിലും തകർക്കാം. കേരള പോലീസിലെ ഉന്നതനായ ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ, എൻ്റെ വലിയ ഒരു സ്നേഹിതൻ വലങ്കയ്യ, അദ്ദേഹം പറഞ്ഞു, ജോസഫച്ചൻ എന്തൊരു ഭാഗ്യവാനാ. രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രസംഗിച്ച് നടന്നാൽ മതി. വൈകിട്ട് 5 കഴിഞ്ഞാൽ തൊപ്പിയൂരി തലയും കുത്തി എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഞാൻ സല്യൂട്ട് കൊടുക്കണം. വലത് കാലിൽ അമ്മ, ഇടത് കാലിൽ ഭാര്യ. കാല് കീറിയെന്ന് കേട്ടാൽ
അച്ഛൻ കാണാൻ വന്നേക്കണം. കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് 5:30 വീട്ടിൽ വന്നപ്പോൾ അമ്മ മുഖം വിരിപ്പിച്ച് നിൽക്കുന്നു. എന്നാ പറ്റി എന്ന് ചോദിച്ചു. എൻ്റെ ഏടാ, നിൻ്റെ അവക്ക് ചൂടുവെള്ളം, മരുന്ന്, ഗുളിക ഇതിലൊന്നും ഒരു ശ്രദ്ധയും കരുതലുമില്ല. തെമ്മാടിക്കിടും കള്ളന്മാർക്കിടും പെരുക്കുന്ന ഇരുമ്പ് പോലെ തഴമ്പുള്ള കൈകൊണ്ട് നിൻ്റെ അവക്കിട്ട് നീ ഇടയ്ക്കൊന്ന് കൊടുക്കണം. ഞാൻ പറയാം, ഇന്ന് തന്നെ കൊടുത്തിട്ട് കാര്യം. അമ്മ കേട്ടോളാൻ പറഞ്ഞു. ഞാൻ മുറി കയറി വാതിൽ ചാരിയിട്ടു, ഡോർ കട്ടനും പിരിച്ചിട്ടു. അകത്തെ മെത്തയ്ക്കിട്ട് മംഗളം മനോരമ വാരിക ചുരുട്ടി പിടിച്ച് കുത്തി. അമ്മ സാരി ചരിച്ച് കുത്തി, എളിക്ക് കയ്യും കൊടുത്ത് ചെവിയും കുറിപ്പിച്ച് പുറത്തു നിന്നു. ഞാൻ മെത്തയ്ക്കിട്ട് കുത്തിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് എണ്ണ, കുഴമ്പ്, ഗുളിക, മരുന്ന് കൊടുക്കാവടി കൊടുക്കാവടി കൊടുക്കാവടി. അവൾ പറഞ്ഞു, തല്ലല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ, കൊടുക്കാവേ ചേട്ടാ. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു, മോനെ ചെറിയ ഒരു മാറ്റം കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ മതി. 1 മാസത്തിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഓഫീസിൽ നിന്ന് വന്നു. അമ്മ മുഖം വീർപ്പിച്ച്, എന്നാ പറ്റി അമ്മേ? പഴയ അരിയുടെ ചൂട് അവൾ മറന്നെന്നാണ് തോന്നുന്നത്. ഇന്ന് അവൾ 10 അയല മേടിച്ചിട്ട് എനിക്കൊരു അയലയുടെ വാല്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയ്ക്ക് അയലത്തിൽ വിടാൻ ഭാഗ്യമില്ലാതെ പോയി. നിന്നെ പറ്റതും പട്ടി പറ്റതും ഒരുപോലെ എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, അമ്മേ ഇവിടെ അന്ത്യം. വാതിൽ ചാരിയിട്ടു, വിരിയിട്ടു. അമ്മ എളിക്ക് കൈ കൊടുത്തു, ചെവി കൂർപ്പിച്ചു തന്നു. മെത്ത നേരെ നിർത്തി മുറിയെ കടിച്ചു വാരുന്ന പുല്ലിൻ്റെ ചൂലുകൊണ്ട് മെത്തയ്ക്കിട്ട് കുത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് അയല കൊടുക്കാവടി കൊടുക്കാവടി കൊടുക്കാവടി. അവൾ പറഞ്ഞു, തല്ലല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ, കൊടുക്കാവേ ചേട്ടാ. അമ്മ എന്നെ ഓർത്തു. കഴിഞ്ഞ മാസത്തെ അടിയോ കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യമെങ്കിലും ഇതെങ്ങനെയാണെന്ന് കാണാമെന്ന് കരുതി വാതിൽ മാറ്റി നോക്കുമ്പോൾ ഇവൻ മെത്തയ്ക്കിട്ട് കുത്തുക. അമ്മയ്ക്ക് അയല കൊടുക്കാവടി കൊടുക്കാവടി കൊടുക്കാവടി. എന്തിനാടാ മെത്തയ്ക്കിട്ട് കുത്തടാ അമ്മയുടെ നെഞ്ചത്തെന്നും പറഞ്ഞു ബ്ലൗസും കീറി അമ്മയൊരു വരവ്. വലതുകാലിൽ അമ്മ, ഇടതുകാലിൽ ഭാര്യ. കാല് കീറിയെന്ന് കേട്ടാൽ അച്ഛൻ കാണാൻ വരണം. സമാധാനമുള്ള ദാമ്പത്യം കുടുംബത്തിൽ കൊടുക്കുക. ചിന്തകളെ അവസാനിപ്പിച്ച് കൊണ്ടുവരാം. സമർപ്പണത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ സമർപ്പണം വേണം. 3 സമർപ്പണങ്ങൾ ദമ്പതികൾ കൊടുക്കാൻ ശ്രമിക്കണം. ശാരീരിക സമർപ്പണം. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കണം. ഏകപക്ഷീയമായി ദേഹം പങ്കുവെക്കുന്നതിൽ ഒരു ഭാര്യ അകലരുത്. ചില പെണ്ണുങ്ങൾക്ക് വിവരമേ ഇല്ല. കെട്ടിയോണ്ട് പറയും, എൻ്റെ മനുഷ്യ ഇങ്ങേർക്ക് 69 എനിക്ക് 66, ഇനി പിള്ളകളിയും കഴുതമാശൊന്നും വേണ്ട. കരണ്ട് പോയ മോർച്ചറിയിലെ പ്രേതം പോലെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ മതി, വേറെ അടുപ്പങ്ങളൊന്നും വേണ്ട. കുടുംബത്തിൽ ഓർത്തോണം, വയസ്സ് എത്രയായാലും തോളെ ഞാനണം, കെട്ടിപ്പിടിക്കണം, മടിക്കരി ഇരിക്കണം, ഞോണ്ടിയിട്ട് പോകണം, കിള്ളിയിട്ട് പോകണം, നുള്ളിയിട്ട് പോകണം. 2 കാലം നിൽക്കാൻ പറ്റുന്ന കാലത്തോടും നിൽക്കാൻ പറ്റിയല്ലേ കിടന്ന് ഉരുണ്ടോണ്ടാണേലും മാന്തി പറിച്ചിട്ട് പോകണം. ഇതാണ് കുടുംബജീവിതം. ശാരീരിക സമർപ്പണം. 2 സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? 500 രൂപ കിട്ടാനുണ്ടെങ്കിൽ ഭാര്യ അറിയിക്കണം. 500 കൊടുക്കാനുണ്ടെങ്കിലും ഭാര്യ അറിയിക്കണം. ലാഭമാണേലും നഷ്ടമാണേലും ഭാര്യയോട് പങ്കുവെക്കണം. അവിടെ കഴിവുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആകട്ടെ. ചിലർ വലിയ അംബാനി കുടുംബം പോലെ കയ്യിലും കഴുത്തിലും ഈ പ്രത്യേക വളയിട്ട് മാലയും കാണിച്ച് നടക്കുന്നവരെ കാണും. ചെല്ലുമ്പോഴൊക്കെ മാല കാണിക്കാൻ വേണ്ടി തന്നെ ഷർട്ട് കൂരി കളയാറുണ്ട്. ഇങ്ങനെ നടക്കുക. ഒരു നാട്ടിലൊരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും ഈ ഷർട്ട് ഒരു മാലയും മാറും ഉന്തിപ്പിടിച്ച് നടക്കുക. അയൽവക്കത്തെ അമ്മച്ചി 3 മാസം കണ്ട് മടുത്തിട്ട് പറയുക, എൻ്റെ ദൈവമേ, ആ മനുഷ്യന് മാല മേടിച്ചു കൊടുത്ത പെണ്ണിൻ്റെ കാലിൽ മുള്ളുപോലും കൊള്ളാതെ കാക്കണം. ഞങ്ങളുടെ നാട്ടുകാരുടെ മഹാഭാഗ്യം, മാലയാണല്ലോ കൊടുത്തത്, അരഞ്ഞാണമാകാഞ്ഞത് നന്നായി. ചില മനുഷ്യരുണ്ട്, ഈ ജാട കാണിക്കുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ. ഇവിടെയാണ് പറയുക, എന്നിട്ട് ഇങ്ങനെ പറയും, വണ്ടി അപകടത്തിൽ കക്ഷി മരിച്ചുപോയി, അറ്റാക്കായിട്ട് മരിച്ചുപോയി. പിന്നെയാണ് ഭാര്യയും മക്കളും അനാഥര. ചുമ്മാ ഊഹക്കച്ചവടത്തിൽ കാശ് കാര്യം നടന്നതാണ്. ആരോഗ്യമുള്ളപ്പോൾ തന്നെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും പറയണം. ഇനി വീട് നോക്കുന്ന ഭർത്താവാണോ അവനെ ഒളിക്കുന്ന കാശിടപാട് അന്തസ്സുള്ള സ്ത്രീ നടത്തരുത്. ചില പെണ്ണുങ്ങളും മറ്റൊക്കെ സ്വരുക്കൂട്ടി പൈസ വെക്കും. അവരുടെ തനിനിറം കണ്ടത് 2016 നവംബർ 8 നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച അന്നായിരുന്നു. റോക്കറ്റിന് തീ പിടിച്ച പോലെ 500 1000 പെണ്ണുങ്ങളുടെ കൂട്ടം പരിശീല. ഇവിടെയാണ് ഭർത്താവിനെ ഒളിക്കുന്ന കാശിടപാട് നടത്തരുത്. അതേസമയം കുടിക്കുന്ന കെട്ടിയവൻ വീട് നോക്കാത്ത ഭർത്താവാണോ അവൻ പൂസായി കിടക്കുമ്പം എന്തെല്ലാം അടിച്ചു മാറ്റാവോ ഇന്നു മുതൽ നിങ്ങൾ ആരംഭിച്ചോണം, ഇല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. സാമ്പത്തിക സമർപ്പണം. 3 ആത്മീയ സമർപ്പണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പള്ളിയിൽ പോകണം, ഒന്നിച്ച് സഭയുടെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കുകയും വേണം.
ഈ 3 സമർപ്പണങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ കുടുംബം ഭാഗ്യമുള്ളതായി അവസാനിപ്പിക്കാം. നമ്മുടെ വീടിന് ഒരു മോഡലേ ഉള്ളൂ, അത് തിരുക്കുടുംബമാണ്. നസസിലെ തിരുക്കുടുംബമാണ്. അവിടെയാണ് വളർത്തുപിതാവായ യൗസേപ്പ്, നൊന്തുപറ്റിയ അമ്മ മേരി, ജന്മമെടുത്ത പുത്രൻ യേശു. നസ്രത്തിലെ കുടുംബത്തിൽ ഒരിക്കലും വഴക്കില്ല, സ്നേഹവും രമ്യതയുമായിരുന്നു. വഴക്കിന് വകുപ്പുണ്ട്. ലൂക്കോസ് 2 ദേവാലയത്തിൽ വെച്ച് 3 നാൾ അവനെ കാണാതെ പോയപ്പോൾ യൗസേപ്പിന് പറയാം മറിയത്തോട്, പെറ്റവള പോറ്റേണ്ടത്, കൊച്ചിനെ കണ്ടുപിടിക്കടി. മറിയത്തിന് പറയാം, എന്നെ ഇളക്കമായിരുന്നു, മോനെ കൊണ്ടുപോകാൻ തപ്പിപ്പിടിച്ചുകൊണ്ട് പാടൂ. ഒരു വഴക്കുമില്ല. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്താ? മോൻ മിടുക്കനാണെങ്കിൽ, മോൾ മിടുക്കിയാണെങ്കിൽ എൻ്റേതാണ്, അപ്പൻ ക്രെഡിറ്റ് എടുക്കും. കൊച്ചിന് കുഴപ്പം വന്നാലോ, നീയല്ലേ പെറ്റത്, നിൻ്റെ കുഴപ്പമാണ്. നസ്രത്തിൽ അങ്ങനെയില്ല. നന്നായാലും ഒരുമിച്ച്, മോശം വന്നാലും ഒരുമിച്ച് കണ്ടുപിടിച്ചു കൂട്ടിക്കൊണ്ട് പോന്നു. തിരുകുടുംബത്തിൽ വഴക്കുണ്ടായി നീയിടെ നമ്മൾ പത്രത്തിൽ വായിച്ചു. ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മനോരമ, മംഗളം, ദീപിക, മാതൃഭൂമി 3 പത്രങ്ങളിലും കണ്ട വാർത്ത. യൗസേപ്പ് പിതാവും മാതാവും കൂടെ വഴക്കുണ്ടാക്കി. എവിടെ വെച്ചാൽ? എറണാകുളം കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അവരുടെ വഴക്ക്. പത്രത്തിലെ വാർത്ത, സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്ക് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. അവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. വണ്ടിയുടെ പേരെങ്ങനെയല്ലേ? ഈയിടെ ചങ്ങനാശ്ശേരിയോട് പോകുമ്പോൾ അനൗൺസ്മെൻറ്റ്, അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ്റ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. തൊടുപടിയിലൂടെ ഉച്ച കഴിഞ്ഞ് 3:30 പോയാൽ അനൗൺസ്മെൻറ്റ് കേൾക്കാം, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. ഇതാണ് അറിയിപ്പ്. ഏറ്റവും രസമുള്ള വണ്ടി പാലായിൽ നിന്ന് വൈകിട്ട് 4:30 2 വണ്ടികൾ. ഒന്ന് ചിലങ്ക, ആ വണ്ടി പോകുന്നത് പാല വൈക്കം. 2 ജീവൻ ട്രാവൽസ്, അത് പോകുന്നത് പാല മരിങ്ങാട്ടുപള്ളി കുളവരങ്ങാട് കുറുപ്പന്തല വഴി ഒരു സ്ഥലമുണ്ട്. അവിടെ പഴയ കല്ലറ എന്നൊരു സ്ഥലമുണ്ട്, കോട്ടയത്തെ പഴയ കല്ലറ. അപ്പോൾ 4:00 അനൗൺസ്മെൻറ്റ് കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്, കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്ക് ഇടിച്ചു. നമ്മുടെ വീട് തിരുകുടുംബമാകട്ടെ. നീതിമാനായ ഭർത്താവായി, പ്രാർത്ഥിക്കുന്ന അമ്മയായി, ജ്ഞാനത്തിൽ പ്രായത്തിൽ വരുന്ന മക്കളായി കുടുംബത്തെ വിശദീകരിക്കാം നല്ലവനായ ദൈവം. ഈ കുടുംബസംഗമ ദിവസം നിങ്ങളുടെ കുടുംബങ്ങളെയും വരാനിരിക്കുന്ന കുടുംബങ്ങളെയും ഇടവകയും ഈ ദേശത്തെയും നാനാജാതി മതസ്ഥരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.